നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് കൂടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. കർത്താവേ, ആ ഗലീല കടൽ തീരത്ത് ശിഷ്യന്മാരോട് ഹൃദ്യമായിട്ട് സംസാരിച്ച അതേ കർത്താവ് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, അന്ന് ശിഷ്യന്മാരോട് സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച അതേ കർത്താവ് വന്ന് പ്രാതൽ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ അതേ കർത്താവ്, നീ ഇവയിലും അധികമായിട്ട് എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച അതേ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും വാക്ക് മാറാത്തവനാണ്. അവിടുത്തെ ആ ഇമ്പസ്വരം കർത്താവേ, എനിക്ക് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങേ ഞങ്ങൾക്ക് കേൾക്കണം. കർത്താവേ, നിത്യജീവന മൊഴികൾ അങ്ങയുടെ പക്കലാ ഉള്ളത്. കർത്താവേ, മനുഷ്യന്റെ ശബ്ദം കേട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ. ജഡം യാതൊന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന് അവിടുന്ന് പറഞ്ഞുവല്ലോ. കർത്താവേ, ആത്മാവും ജീവനുമാകുന്ന ആ തിരുവചനങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങി കേൾക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണം. കർത്താവേ, അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കോട്ടേജ് മീറ്റിംഗിൽ ചിന്തിച്ച് നിർത്തിയത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം എന്ന് പറയുമ്പോൾ കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. എന്നാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് കർത്താവ് 40ഓളം ദിവസങ്ങൾ, കൃത്യം 40 ദിവസമല്ല, 40ഓളം ദിവസങ്ങൾ നമ്മൾ ഒരു പേജും കൂടെ മറിച്ച് അപ്പോസ്തലപ്രവൃത്തി 1 അധ്യായത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യത്തില് 40 നാളോളം എന്ന് വായിക്കുന്നത്. അപ്പിയറിംഗ് ടു ദം ഓവർ എ പീരീഡ് ഓഫ് 40 days, 40 നാളോളം എന്ന് പറയുമ്പോൾ പെസഹ നാളില് കർത്താവ് പെസഹ കുഞ്ഞാടായിട്ട് ക്രൂശിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പെസഹ ദിനം നിസാൻ മാസം അല്ലെങ്കിൽ അബീബ് മാസം, അതായത് നമ്മളുടെ മാർച്ച് ഏപ്രിൽ മാസത്തില് AD 30 കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. AD 30 നിസാൻ മാസം അല്ലെങ്കിൽ അബീബ് മാസം. നമുക്ക് ജനുവരി നമ്മൾ ഫോളോ ചെയ്യുന്ന കലണ്ടറിന്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ അല്ലേ. ഗ്രിഗോറിയൻ കലണ്ടറിൽ ജനുവരിയാണ് ആദ്യത്തെ മാസമെങ്കിൽ അവരുടെ കലണ്ടർ നമ്മുടെ മാർച്ച് ഏപ്രിലാണ് തുടങ്ങുന്നത്. അവരുടെ ആദ്യത്തെ മാസം നമ്മൾ ജനുവരി എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ മാസം. ഇപ്പം മലയാള മാസത്തിൽ ചിങ്ങമാസം ആദ്യ മാസം എന്ന് പറയുന്നത് പോലെ ഈവൻ തമിഴ് കലണ്ടറിൽ അവർക്കും അതുപോലെ തമിഴ് കലണ്ടറുണ്ട്, തെലുഗു കലണ്ടറുണ്ട്. തെലുഗു കലണ്ടർ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ അതുപോലെ അവിടെ കർത്താവ് തന്നെ അവർക്ക് കലണ്ടർ കൊടുക്കുന്ന രംഗമൊക്കെ നമ്മൾ അവിടെ എക്സോഡസ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ആ വാക്യങ്ങളൊക്കെ എടുത്ത് ചിന്തിച്ചിട്ടുണ്ട്. അവിടെ ഇതായിരിക്കും നിങ്ങൾക്ക് ആണ്ടിലെ 1-ാമത്തെ ദിവസം എന്ന് പറഞ്ഞ് ദൈവം അങ്ങ് കലണ്ടർ തുടങ്ങുകയാണ്. ചില എത്ര വലിയൊരു ആധികാരികമായിട്ട് നമ്മളെ സൃഷ്ടിച്ചവന് അത് അങ്ങനെ സൃഷ്ടിച്ചവന് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു അധികാരത്തോടെ ദൈവം ഇതായിരിക്കും നിങ്ങൾക്ക് ആണ്ടിന്റെ ആദ്യത്തെ മാസം എന്ന് പറഞ്ഞുകൊണ്ട് മോശയോട് കൽപ്പിച്ച് അതിന്റെ 14-ാമത്തെ നാളില് പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന കാര്യമൊക്കെ അവിടെ അന്ന് അവര് മിസ്രൈമിൽ, അതായത് ഇന്നത്തെ ഈജിപ്തില് അവർ അടിമകളായിരുന്നു ഇസ്രായേൽ മക്കള്. അപ്പോൾ അതിന്റെ അവിടെ ആ പെസഹ കുഞ്ഞാട് ഒരു യാഗമായിട്ട്, പെസഹ എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ പെസാഖ് എന്ന് പറയുന്ന എബ്രായ പദത്തിന്റെ അർത്ഥം പാസ് ഓവർ എന്ന് പറഞ്ഞാൽ, പാസ് ഓവർ എന്ന് പറഞ്ഞാൽ ടു സ്പ്രിങ്, നമ്മൾ കടന്നു പോവുക എന്നുള്ളൊരു വാക്കാണ്. കടന്നു പോവുക എന്നുള്ളൊരു വാക്ക് പെസാഖ് എന്നുള്ള വാക്ക്. അപ്പൊ അങ്ങനെ സംഹാരദൂതൻ കടന്നു പോകുന്നതിനെ കുറിക്കുന്നതിനായിട്ട് അങ്ങനെ പെസാഖ്, അങ്ങനെ ആ പെസാഖിനോട് അല്ലെങ്കിൽ പെസാഖ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പാസ് ഓവർ എന്നാണെങ്കിലും മലയാളത്തിൽ കുറച്ചുകൂടെ ചേർന്ന പദം പെസഹ എന്നുള്ള പദം നമ്മൾ പറയുന്നത് പെസാഖ്. അപ്പൊ അങ്ങനെ ആ പെസഹ കുഞ്ഞാട് ആയിട്ട് ആണ് കാലത്തിന്റെ തികവെങ്കിൽ യേശു തന്നെ ആയിരുന്നു ആ പെസഹ കുഞ്ഞാട് കർത്താവ്. അതുപോലെ ഒരു AD 30, ഇന്ന് നമ്മൾ AD 2025 ആണ്ടിലാണ് നമ്മളുള്ളത്. അപ്പം 1995 വർഷങ്ങൾക്ക് മുമ്പായിട്ട് കർത്താവ് അതുപോലെ ഒരു പെസഹ കുഞ്ഞാടായിട്ട് അറക്കപ്പെട്ട് ആ പെസഹ കഴിഞ്ഞിട്ട് 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നാളില്. അപ്പം കർത്താവ് 40 നാളോളം എന്ന് പറയുമ്പം കർത്താവ് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. പിന്നെ 37 ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഒരു 10 ദിവസവും കൂടെ അവര് അത് ആ 40 ദിവസം കഴിഞ്ഞ് 10 ദിവസവും കൂടെ അവര് പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിച്ചതായിട്ടൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 1-2 അധ്യായങ്ങളിൽ കാണുന്നുണ്ട്.
അപ്പൊ അങ്ങനെ 50-ാമത്തെ ദിവസം പെന്റിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ. പെന്റഗൺ എന്നൊക്കെ പറഞ്ഞാൽ എത്ര സൈഡുള്ള ഫിഗറാ പെന്റഗൺ? 5 സൈഡ്. അതെ, പെന്റിക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ 50. അങ്ങനെയുള്ള അപ്പൊ ആ ഒരു വാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ആ കാര്യങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റിന് ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് 3-ാമത് തവണ പ്രത്യക്ഷപ്പെടുന്ന കാര്യമായിട്ടാണ് ഇവിടെ നമ്മൾ യോഹന്നാൻ 21-ന്റെ 14-ാമത്തെ വാക്യത്തില്, യോഹന്നാൻ 21-ലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ആദ്യത്തെ 2 പ്രാവശ്യം പ്രത്യക്ഷനാകുന്ന രംഗങ്ങള്, ആദ്യത്തെ പ്രാവശ്യം പ്രത്യക്ഷനാവുന്നത് എപ്പോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ രാവിലെ കർത്താവ് മഗ്ദലക്കാരത്തി മറിയത്തിന്, പിന്നെ ബാക്കിയുള്ള മറിയമാർക്കും സഹോദരിമാർക്കും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതും, പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നത്, പിന്നെന്താ ഈ എമാവോസിൽ പോയ ക്ലോപ്പാവിനും, ഒരുപക്ഷെ ക്ലോപ്പാവിന്റെ ഭാര്യയായിട്ടുള്ള സഹോദരിക്കുമായിരിക്കാം, അങ്ങനെ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു. പിന്നെ അന്ന് വൈകുന്നേരം കർത്താവിന് ഈ 5 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ, 5 യോഗങ്ങൾ. ഇപ്പം നമ്മുടെ പണ്ട് നമ്മുടെ ബാംഗ്ലൂർ കോൺഫറൻസിന്, കേരള കോൺഫറൻസിന് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ബാംഗ്ലൂർ കോൺഫറൻസിനൊക്കെ 5 സെഷൻസ്. അത് ബാംഗ്ലൂരൊക്കെ പണ്ട് ഇങ്ങനെ പറയുന്നത്, വേറെ കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു. അപ്പോൾ ഇപ്പോഴും വേറെ 5 സെഷൻ സംസാരിക്കാൻ അത്ര ലിപ്പില്ലാത്തവനൊന്നും അല്ലെങ്കിൽ പോലും അന്ന് 5 സെഷൻസ് ഒക്കെ സംസാരിക്കുന്ന പറയുന്നത് പോലെ കർത്താവ് 5 സെഷൻസ് സംസാരിച്ച് ഉയർത്തെഴുന്നേറ്റ ദിവസം 5 സെഷനായിട്ട് ഇവരോടൊക്കെ, അതും മൗസിലെ ശിഷ്യന്മാരോട് 3 മണിക്കൂറോളം സംസാരിച്ച കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വന്ന് ഇവർക്ക് ബാക്കിയുള്ള 10 ശിഷ്യന്മാർക്ക്, തോമസ് അപ്പോൾ ഇല്ലായിരുന്നു, ബാക്കിയുള്ള 10 ശിഷ്യന്മാർക്ക്, യോദാസ് അതിനു മുമ്പ് തന്നെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്തു. പിന്നെ തോമസ് അപ്പോൾ ഇല്ലാതിരുന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ടു ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ തോമസും കൂടെ ഉള്ള സമയത്ത് പിന്നെ 8 ദിവസത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ 2 പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് വായിച്ചിട്ട് യോഹന്നാൻ 21-ാം അധ്യായത്തിൽ 3-ാമത് പ്രത്യക്ഷപ്പെടുന്ന കാര്യമാണ് നമ്മൾ ഈ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 37ഓളം ദിവസങ്ങൾ, അത് കഴിഞ്ഞിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40ഓളം ദിവസങ്ങൾ, അതായത് എന്താ കുറച്ചുകൂടെ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 37 ദിവസം മനസ്സിലാവുന്നത്. അത്രയും ദിവസങ്ങൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പിന്നെ കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോകുന്ന കാര്യമൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് 3-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു രംഗമൊക്കെ നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യമൊക്കെ നമ്മൾ ഈ യോഹന്നാൻ 21-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാർക്ക് അവർക്ക് പരിശുദ്ധാത്മാവിനെയൊക്കെ കർത്താവ് ഊതി നൽകുന്നതായിട്ടൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവർക്ക് റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഹി ബ്രീത്ത്ഡ് ഓൺ ദം 22-ാമത്തെ വാക്യത്തിൽ ഊതിയൊക്കെ നൽകിയെങ്കിൽ പോലും കർത്താവ് മെൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള, മെൽക്കിസദേക്ക് എന്ന് പറയുന്ന, ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോകുന്നില്ല. എന്ന് വെച്ചാൽ മെൽക്കിസദേക്ക് എന്ന് പറഞ്ഞാൽ പഴയ ഉടമ്പടിയിൽ എബ്രഹാമിനെ അനുഗ്രഹിച്ച ഒരു ശാലേമിന്റെ രാജാവും പുരോഹിതനുമായിരുന്ന ഒരു ആളാണ് മെൽക്കിസദേക്ക്. അദ്ദേഹത്തിന്റെ ജീനിയോളജി ഒന്നും അല്ലെങ്കിൽ അതിന്റെ വംശാവലി ഒന്നും ബൈബിളിൽ പരാമർശിക്കുന്നില്ല. അത് ക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപമായിട്ട് നമ്മൾ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലൊക്കെ മെൽക്കിസദേക്ക് എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മെൽക്കിസദേക്ക്, പിന്നെ സങ്കീർത്തനത്തിലും വായിക്കുന്നുണ്ട് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിരിക്കും മെസ്സിഹ. അതേ കാര്യം നമ്മൾ പിന്നെ എബ്രായ ലേഖനത്തിൽ പിന്നെ അതിന്റെ പൂർത്തീകരണം വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്താ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് പരിശുദ്ധാത്മാവിനെ അവർക്ക് ഊതി നൽകുമ്പോഴും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിലേക്ക്, ആത്മാവിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ആയിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ നിയമത്തിലോട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ മെൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലമാകുന്ന സ്വർഗത്തിലേക്ക് കയറി പോകണം. കർത്താവ് തിരശ്ശീല ചെയ്ത് നമുക്ക് വേണ്ടി വഴി ഒരുക്കി. തിരശ്ശീല കർത്താവിന്റെ ക്രൂശീകരണത്തിൽ തന്നെ ചീന്തപ്പെട്ടു, വഴി ഒരുക്കപ്പെട്ടു. എങ്കിലും കർത്താവ് തിരശ്ശീലയ്ക്ക് അപ്പുറമാണ് അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കൽ മഹാപാപ പ്രായശ്ചിത്ത നാളില്, ഡേ ഓഫ് അറ്റോൺമെന്റില്, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ യോം കിപ്പോർ എന്നൊക്കെ പറഞ്ഞൊരു എബ്രായ പദം എന്നൊക്കെ ഞാനന്ന് നമ്മൾ പറഞ്ഞു. അവര് ഡേ ഓഫ് അറ്റോൺമെന്റിന്റെ ആ വാക്ക് അവര് നമ്മളെ യഹൂദന്മാരെ ആരെങ്കിലും കണ്ട യോം കിപ്പോർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷവും, ഇവർക്ക് എബ്രായ ഭാഷയൊക്കെ അറിയാമല്ലോ. യോം കിപ്പോർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിനം. ലേവ്യ 16-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആണ്ടിൽ ഒരിക്കലും മാത്രമേ മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ, അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കർത്താവ് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ട്, അന്ന് പഴയ നിയമത്തിലെ പൗരോഹിത്യം ലേവ്യ വംശത്തിലുള്ള മഹാപുരോഹിതനായിരുന്നു പ്രവേശിച്ചതെങ്കിൽ ലേവിനെക്കാട്ടിലും എബ്രഹാമിന്റെ സന്തതിയായിട്ടാണ് ലേവ്യം വരുന്നത്. എബ്രഹാമിന്റെ സന്തതി ആരാ? ഇസഹാക്ക്, യാക്കോബ്,
പിന്നെ യാക്കോബിന്റെ 12 പുത്രന്മാരിൽ ഒരാളാണ് ആര്? ലേവി. ലേവി. അപ്പൊ ആ ലേവിയുടെ പുത്രന്മാരാണ് പിന്നെ പുരോഹിതന്മാരായത്. അപ്പം എബ്രാഹിമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട് ലേവിയ പുരോഹിതന്മാരെക്കാട്ടിലും വലിയവനായിരുന്നു ആര്? മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഉള്ള കർത്താവ് മെൽക്കിസദേക്ക് എബ്രാഹിമിനെയും അനുഗ്രഹിച്ചവനായതുകൊണ്ട് എബ്രാഹിമിനെക്കാട്ടിലും പാട്രിയാർക്കായ ആ പിതാമഹനായ എബ്രാഹിമിനെക്കാട്ടിലും മഹത്വാനായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ എബ്രായർ 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പം എബ്രാഹിമിനെക്കാട്ടിൽ സുപ്പീരിയർ ആയിരുന്ന വലിയവനായിരുന്ന മെൽക്കിസദേക്ക്, ആ മെൽക്കിസദേക്ക് ക്രമപ്രകാരമുള്ള പൗരോഹിത്യം പറഞ്ഞാൽ ലേവ്യ പൗരോഹിത്യത്തിനെക്കാട്ടിലും വലിയ പൗരോഹിത്യമാണെന്നൊക്കെ ഉള്ള കാര്യമാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞ് എല്ലാവർക്കും ഒത്തിരി അങ്ങ് കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്യണം അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഇങ്ങനെ പണ്ട് സന്തോഷ് സംസാരിക്കുമ്പോൾ മേഘൻ സിസ്റ്റർ ഇങ്ങനെ സ്ലോ ഡൗൺ പറഞ്ഞൊരു പ്ലക്കാർഡ് കാണിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, വേറെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് അന്ന് അവരുടെ ഉള്ളിലേക്ക് അവർ പിന്നെയും പിന്മാറി പോകാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ആന്തരികമായ ഒരു ശക്തിപ്പെടുത്തൽ അവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ആന്തരികമായിട്ടുള്ള ആ പരിശുദ്ധാത്മാവ് അവരുടെ ആത്മാവിലേക്ക് വരുന്നത് പെന്തക്കോസ്ത് നാളിലായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കാരണം കർത്താവ് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോയി എന്ന് പറയുന്നത് പോലെ കർത്താവ് അതിവിശുദ്ധ സ്ഥലമാകുന്ന അതിവിശുദ്ധ സ്ഥലം സ്വർഗം തന്നെയാണ്. അതിവിശുദ്ധ സ്ഥലം കർത്താവ് കയറിപ്പോയ അതിവിശുദ്ധ സ്ഥലം സ്വർഗം തന്നെയാണെന്ന് എബ്രായർ 9:24 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ കർത്താവ് കയറിപ്പോയ ആ അതിവിശുദ്ധ സ്ഥലമാകുന്ന സ്വർഗത്തിലേക്ക് പോയതിന് ശേഷമാണ് കർത്താവ് തൻ്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ അയക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനുശേഷമാണ്. അപ്പോൾ അതിനു മുമ്പേ കർത്താവ് അങ്ങ് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പേ കർത്താവ് അവരുടെ മേലെ പരിശുദ്ധാത്മാവിനെ ഊതുന്ന സമയത്തും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക്, അവരുടെ അന്തരാത്മാവിലേക്ക് വന്ന് കാണുമോ എന്നുള്ള കാര്യം നമുക്ക് തിയോളജിക്കലി നമുക്ക് അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ പെന്തക്കോസ്ത് നാളിലായിരിക്കണം അവരുടെ ഉള്ളത്തിലേക്ക് അതുപോലെ പരിശുദ്ധാത്മാവ് വന്നത്. ഈവൻ നമ്മൾ യോഹന്നാൻ 7:39 കർത്താവ് മഹത്വപ്പെടാത്തത് കൊണ്ട് ഇവണ്ണം പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പം കർത്താവ് മഹത്വപ്പെടുന്നത് എപ്പോഴാണ്? കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് അതിന്റെ പ്രായോഗിക വശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവർക്ക് പരിശുദ്ധാത്മാവിനൊക്കെ ഊതിയൊക്കെ നൽകിയെങ്കിൽ പോലും പിന്നെയും അവര് കതവടച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴും കതവടച്ചിരിക്കുമായിരുന്നു. യോഹന്നാൻ 20 നമ്മളത് കാണുന്നുണ്ട്. അവർ പേടിച്ച് കതവടച്ചിരിക്കുന്നു, ഞങ്ങളെയും കൂടെ പിടിച്ചുകൊണ്ട് പോയി ക്രൂശിക്കുവോ. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യവും കതവടച്ചിരിക്കുകയായിരുന്നു. ആ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ? നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കതവടച്ചിരിക്കുവാണെന്നുള്ള കാര്യം യോഹന്നാൻ 20-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കതവടച്ചിരിക്കുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എവിടെ കാണുന്നേ? അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഡോർസ് ഹാവിംഗ് ബീൻ ഷട്ട് 26-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരങ്ങ് കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം എത്രമാത്രം ആവശ്യമായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലും എത്രമാത്രം ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം നമുക്കില്ലെങ്കിൽ നമ്മളും പിന്മാറി പോകും എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ അവരൊരു നുറുക്കത്തിലേക്ക് വന്ന് അതുപോലൊരു പരിശുദ്ധാത്മാവിന് നിറവ് ലഭിക്കുവാൻ തക്കവണ്ണം ഒരു നുറുക്കത്തിലേക്കും പാകത്തിലേക്കും വരുന്നിടം വരെ കർത്താവ് ഒരു സെൻസ് ഓഫ് നീഡ്, ആവശ്യബോധത്തിലേക്ക്, അതുപോലെ ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിന് നിറവില്ലാതെ ഞങ്ങൾക്കിനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള അതുപോലെ ഒരു ആവശ്യബോധത്തിലേക്ക് അവർ ഉരുമനപ്പെട്ട് വരുന്നിടം വരെ കർത്താവ് കാത്തിരുന്നു. അതിന് പെന്തക്കോസ്ത് നാൾ വരെ ദൈവത്തിന് മുൻനിർണയപ്രകാരം ആ ഒരു നാൾ വരെ ദൈവം കാത്തിരുന്നു. അപ്പം 21-ാം അധ്യായത്തിൽ നമ്മൾ അതാ വായിക്കുന്ന 7 ശിഷ്യന്മാരുടെ പേരൊക്കെ വായിക്കുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ 7 ശിഷ്യന്മാരുടെയും പേര് വായിക്കുന്നില്ല, 5 ശിഷ്യന്മാരുടെ പേരും പിന്നെ 2 ശിഷ്യന്മാരും എന്ന് പറഞ്ഞ് വായിക്കുന്നുണ്ട്. അപ്പം 7 ശിഷ്യന്മാർ, ആ 11 പേരുള്ളതിൽ 7 പേര് ശിമോൻ പത്രോസിന്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കാൻ പോകുന്നതും അവർക്കൊന്നും കിട്ടാതിരിക്കുന്ന കാര്യവും അവരുടെ ആ ഒരു ഒന്നുമില്ലായ്മയിലാണ് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ എല്ലാം തികഞ്ഞവനാണ്, എനിക്കൊരു കുറവും ഇല്ല എന്ന് പറഞ്ഞിരുന്നാൽ ലഭ്യതയ്ക്ക് മൂപ്പന് സമനാണെന്ന് അർത്ഥം. ഐ ഹാവ് നീഡ് ഓഫ് നത്തിങ്, എനിക്കൊരു മുട്ടും ഇല്ല, എനിക്കൊരു കുറവും ഇല്ല. പക്ഷെ കർത്താവ്, ഞാനാണ് ഏറ്റവും കുറവുള്ളവൻ, ഞാനാണ് ഏറ്റവും പാപിയായിട്ടുള്ളവൻ, എനിക്കാണ് ബാക്കി ആരെക്കാട്ടിലും കർത്താവ് എനിക്കാണ് അങ്ങേ ഏറ്റവും അധികം ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ ഞാനാ ഏറ്റവും കുറവുള്ള, ഞാനാണ് പാപിയിൽ പ്രധാനി എന്ന് പൗലോസിനെ പോലെ ആ ഒരു നിലവിളി 1 തിമോഥെയോസ് 1:15 പൗലോസ് പറയുന്നത് ഐ ആം ദ ചീഫ് ഓഫ് സിന്നേഴ്സ് എന്ന് പറയുന്നത്. ഐ ആം ദ ചീഫ് ഓഫ് സിന്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു നുറുക്കത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു നെല്ലിപ്പലകയിലേക്ക്, അവരുടെ ആ ഒരു സ്വയശക്തിയുടെ നെല്ലിപ്പലകയിലേക്ക് അവർ മീൻ പിടിക്കാൻ അറിയാം. അതുകൊണ്ട് ബാക്കി തൊഴിലോ ഇനിയിപ്പോൾ അപ്പോസ്റ്റലനായിട്ടൊന്നും ഇനിയിപ്പോൾ വലിയ ബിസിനസ് ഒന്നും കിട്ടത്തില്ല, വലിയ പ്രാപ്തിയോ പ്രാഗൽഭ്യമോ ഒന്നും ഇല്ല. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് മീൻ പിടിക്കാനെങ്കിലും കുറച്ച്
യുനോ കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ വേണ്ടി മീനെങ്കിലും പിടിക്കാൻ ഇറങ്ങാന്ന് വെച്ചപ്പോൾ മീനും ഒന്നും കിട്ടുന്നില്ല. ഇതെല്ലാം മീനെല്ലാം ഈ ഓടിക്കളിക്കുന്നവണക്ക് ഒളിച്ച് കളിക്കുന്നവണക്ക് ഇവരുടെ വലയിൽ മാത്രം ഒന്നും കയറുന്നില്ല. അങ്ങനെ അവർ ആ നെല്ലിപ്പലകയിൽ എത്തുന്ന സമയത്ത് അവർ മേ ബി ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് തുടങ്ങിയാൽ രാവന്തിയോളം അത് കഴിഞ്ഞിട്ട് രാത്രി 11 മണിയായി, 12 മണിയായി, 2 മണിയായി, 3 മണിയായി, എങ്കിലും കുറച്ചുകൂടെ ഒന്ന് ശ്രമിക്കാം, കുറച്ചുകൂടെ സമയം. അവസാനം ഒരു 6 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ നേരം പുലരാറായി, ഇനിയിപ്പോൾ അങ്ങ് വിട്ടിട്ട് പോകാം എന്ന് എല്ലാം ഡ്രോപ്പ് ചെയ്യാവുന്ന സമയത്ത് ആ നെല്ലിപ്പലകയിൽ എത്തുമ്പോൾ, റോക്ക് ബോട്ട്, നെല്ലിപ്പല എന്ന് പറഞ്ഞൊന്നുമില്ല, റോക്ക് ബോട്ട് ഏറ്റവും 0 പോയിന്റിൽ എത്തുമ്പോൾ കുഞ്ഞുങ്ങളെ എന്നൊരു വിളി കേൾക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ 5-ാമത്തെ വാക്യത്തിൽ ആ പുനരുദ്ധാനം ചെയ്ത കർത്താവ് അവിടെ അതിരാവിലെ ആ കരയിൽ നിന്ന് കടലിലുള്ള ഈ ശിഷ്യന്മാരോട് വിളിക്കുക, കുഞ്ഞുങ്ങളെ എൻ്റെ 21-ന്റെ 5 കണ്ടോ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അപ്പം മീൻ വാങ്ങിക്കാൻ വരുന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന് അവർ ആദ്യം വിചാരിച്ചു. ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവർ സത്യസന്ധരായിട്ട് പറഞ്ഞു. എന്നാൽ വലത് സൈഡിലേക്ക് വലയിടാൻ പറയുന്ന കാര്യമൊക്കെ, അതൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം വലിയൊരു പെരുത്ത് മീൻകൂട്ടം കിട്ടുന്നതും അപ്പോൾ യോഹന്നാന് മനസ്സിലായി ഇത് വലിയ മീനാണ്, എത്ര വലിയ മീനാണ് കയറിയിരിക്കുന്നത്, ഇത് സ്രാവാണ് എന്ന്, എന്താണ് ചെമ്മീനാണെന്നൊന്നും അല്ല പറയുന്നത്, ഇത് കർത്താവാണ് എന്ന് 7-ാമത്തെ വാക്യത്തിലെ യോഹന്നാൻ അപ്പോസ്തലൻ, യേശുവിൻ്റെ മാർവോട് യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു. നമ്മളുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തപ്പോഴും കിട്ടുമ്പോഴും ഒക്കെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പം ദൈവം ഇത് തന്നു, ദൈവം അത് തന്നു. അപ്പം ആ മീൻകൂട്ടത്തെ കണ്ട് അവരുടെ കണ്ണ് തള്ളിപ്പോയി. പിന്നെ മീനിന്റെ വർണ്ണനയല്ലായിരുന്നു അവരുടെ നാവില്, പക്ഷെ കർത്താവിന്റെ വർണ്ണനയായിരുന്നു. ഇറ്റ് ഇസ് എ ലോഡ്, കർത്താവിനെ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇത് ആ ഒരു അന്ന് യോഹന്നാന് ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയപ്പോൾ, ആ മീൻ കൂട്ടം കിട്ടിയപ്പോഴാണ് കർത്താവാണെന്ന് മനസ്സിലായെങ്കിൽ, ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും കർത്താവ് അനുവദിച്ചിട്ടാണ് പ്രാർത്ഥനയുടെ ഉത്തരം ഡിലേ ആയി പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതിനാണ്. അതാണ് യഥാർത്ഥത്തിലുള്ളൊരു വെളിപ്പാടുള്ളവൻ. അതാ ഇത് കർത്താവാകുന്നു 7-ാമത്തെ വാക്യം എന്ന് സിമോൻ പത്രോസ് കേട്ടിട്ട് അവന് നഗ്നനാകിയാൽ, അതായത് പുറം വസ്ത്രങ്ങളൊക്കെ ഔട്ടർ ഗാർമെന്റ്സ് ഒക്കെ മാറ്റി വെച്ചേക്കുന്നുണ്ട്, അതെല്ലാം അരയിൽ ചുറ്റി ആ ഒരു ബഹുമാനത്തോടെ കർത്താവിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു ബഹുമാനത്തോടെ അവന് മേൽവസ്ത്രവും കൂടെ ഒക്കെ ഇട്ട് അവന് അപ്പം കർത്താവ് കരയിൽ നിൽക്കുന്നു, ഇവര് കടലിൽ ഇങ്ങനെ അടുത്ത് വരുന്നു, കരയിലോട് അടുത്ത് വരുന്നു കടലിൽ നിന്ന്. അപ്പം ആ പെരുത്ത മീൻകൂട്ടം കിട്ടി. അത് ആ മീൻകൂട്ടം, ഈ പത്രോസാണ് ഇവരെല്ലാം വിളിച്ചുകൊണ്ട് മീനിന് വേണ്ടി പോയത്. പക്ഷെ ഈ വലിയ മീൻ കിട്ടുമ്പോൾ ആദ്യം ആ മീന് എണ്ണി നോക്കാൻ, ഇത് എത്ര മീനാണെന്നൊക്കെ എണ്ണി നോക്കേണ്ടവൻ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ പത്രോസാണ്. എന്നാൽ പത്രോസിന് ആ മീനിലൊന്നും ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അവൻ്റെ ഫോക്കസ് എല്ലാം വിശ്വാസ നായകനും പൂർത്തിവെച്ചതുമായ യേശുവിലേക്കായിരുന്നു അവരുടെ നോട്ടം. ആ കർത്താവിനെ എനിക്കൊന്ന് കാണണം, കർത്താവിനെ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ വരട്ടെ, അവരൊക്കെ വന്നുകൊള്ളട്ടെ, അവർ മീനൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി അവരൊക്കെ വരട്ടെ, പക്ഷെ എനിക്ക് അതൊന്നും വേണ്ട, ഈ മീനൊക്കെ ഇനി ഒന്നും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ കർത്താവിനെ മതി എന്നുള്ള ആ ഒരു വലിയ അതിസ്നേഹത്തോടെ അവൻ ഓടി വരുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ കണ്ടു. 8-ാമത്തെ വാക്യത്തിൽ ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം, 200 മുഴം എന്ന് പറയുമ്പോൾ 91 മീറ്റേഴ്സ്, ഏകദേശം ഒരു 1 മിനിറ്റോളമെങ്കിലും അത് നടക്കണം. അപ്പം അത്രയും ദൂരം നടന്ന് അവന് അവന് വല വീഴ്ചം കൊണ്ട് ചെറിയ പടകിൽ വന്നു. അതായത് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായെങ്കിൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. വിശേഷം ശിഷ്യന്മാരൊക്കെ പുറകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു. ആ തീക്കനലിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടായിരുന്നു. അതായത് ഇതേപോലൊരു തീക്കനൽ, അന്ത്രാക്സ് എന്ന് പറയുന്ന ആ ഒരു പദം നമ്മൾ ബൈബിളിൽ പുതിയ നിയമത്തിൽ ആ തീക്കനൽ, ചാർക്കോൾ ഫയർ എന്നുള്ള വാക്ക് 2 കാണുന്ന. ഒന്ന് യോഹന്നാൻ 21:9, വേറൊന്ന് യോഹന്നാൻ 18:18. യോഹന്നാൻ 18:18 ആ തീക്കനല്, അതേ ചാർക്കോൾ ഫയർ, അന്ത്രാക്സ് എന്ന് പറയുന്ന ആ ഒരു, അന്ത്രാക്യ എന്ന് പറഞ്ഞ വേറൊരു അതിനോട് ചേർന്നൊരു തീക്കനൽ കുമ്മിക്കുന്നുള്ളൊരു വാക്ക് റോമർ 12:20 ഉണ്ട്. എന്നാൽ അന്ത്രാക്സ് എന്ന് പറഞ്ഞാൽ ബേണിംഗ് കോൾ എന്നുള്ള അർത്ഥം വരുന്ന അന്ത്രാക്സ് എന്ന് പറഞ്ഞ പദം 2 പരിശുദ്ധാത്മാവ് പ്രയോഗിച്ചിട്ടുള്ളൂ ഈ ഗ്രീക്ക് ഭാഷയിൽ. അവിടെ ഒന്ന് യോഹന്നാൻ 18:18 ഒന്ന് യോഹന്നാൻ 21:9. അവിടെ ആ തീക്കനൽ എന്ന് പറയുന്നത് പത്രോസ് തള്ളിപ്പറഞ്ഞ ആ തീക്കനലിന്റെ മുമ്പിൽ വെച്ചായിരുന്നു. അപ്പം വീണ്ടും ആ തീക്കനലിന്റെ ഗന്ധവും തീക്കനലും ഒക്കെ കാണുമ്പോൾ അവന് താൻ തള്ളിപ്പറഞ്ഞ രംഗമൊക്കെ അവന് ഓർക്കുവാൻ തക്കവണ്ണം കർത്താവ് അത് ഒരുക്കി. നീ ഏത് തീക്കനലിന്റെ മുമ്പിൽ വെച്ച് എന്നെ 3 തവണ തള്ളി പറഞ്ഞു, അതേപോലൊരു തീക്കനൽ ഞാനിതാ നിനക്ക് വേണ്ടി. അന്ന് അത് അവിശ്വാസികൾ ഒരുക്കിയ
പരിഹാസികളുടെ ചുറ്റുമുള്ള തീക്കനലായിരുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കുന്ന ഒരു തീക്കനലിന്റെ, എൻ്റെ സ്നേഹത്തിന്റെ തീക്കനലിന്റെ ചുറ്റും ഞാൻ ആ സ്നേഹ ചൂടോടൊപ്പമായിട്ട് അവൻ വന്നിടും എന്നൊക്കെ നമ്മൾ സാധു കൊച്ചുഞ്ഞ് ഉപദേശിച്ച് പാടിയതുപോലെ ആ ആ തീക്കനലിന്റെ മുമ്പിൽ വെച്ച്, കർത്താവ് ഒരുക്കി ആ തീക്കനലിന്റെ മുമ്പിൽ വെച്ച് അവന് 3 തവണ ഏറ്റു പറയാൻ, നീ എന്നെ സ്നേഹിക്കുന്നു 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 എന്ന് ചോദിക്കുമ്പം 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിന് 3 തവണ ഏറ്റു പറയാനുള്ള ഒരു അവസരം കൊടുക്കുന്ന ഒരു കർത്താവിന്റെ സ്നേഹം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകളും പരാജയങ്ങളൊക്കെ ഉണ്ടായോ, അതേ പരാജയങ്ങൾ അതേ മേഖലയിൽ തന്നെ നമ്മൾ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാൻ, അവിടെ തന്നെ വിജയിക്കാൻ, എവിടെ നമ്മൾ കർത്താവിന്റെ നാമം അപമാനിക്കത്തക്ക വണ്ണം നമ്മൾ വീഴ്ചയിൽ അടഞ്ഞോ അതേ മേഖലയിൽ തന്നെ വീണ്ടും ജയിക്കാൻ നമുക്ക് അവസരം തരുന്ന ഒരു കർത്താവിന്റെ സ്നേഹമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ആ തീക്കനൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ തീയാണെന്നുള്ള കാര്യവും എന്താ നമ്മളെ ഉത്തമഗീതത്തിലെ ആ തീയ് കർത്താവിന്റെ അഗ്നിജ്വാല, ദിവ്യജ്വലനം എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉത്തമഗീത 8:6 നമ്മൾ അന്ന് കണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കർത്താവ് തന്തൂരി ഫിഷ് പ്രിപ്പയർ ചെയ്ത കാര്യമൊക്കെ കണ്ടു, ബ്രെഡും ഒക്കെ. അപ്പൊ രാവിലെ കർത്താവ് ആരായിരുന്നു കർത്താവ് അതെനിക്ക് വിക്ടർ ബേറിന്റെ ഒരു മെസ്സേജില് രാവിലെ കർത്താവ് എന്താ ഫൂ 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 ഊതി കത്തിച്ചു. പുനരുദ്ധാനം ചെയ്ത കർത്താവിന് തീ ഉണ്ടാകട്ടെ, തന്തൂരി ഫിഷ് ഉണ്ടാകട്ടെ എന്നൊക്കെ കൽപ്പിച്ചാൽ മതി. എന്നാ ഈ കർത്താവ് ഈ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിന്റെ ഒരു കാര്യമായിട്ട് പിന്മാറിപ്പോയ ഭാര്യ, പിന്നെ അവശയായി പോയ, ക്ഷീണിച്ച് പിന്മാറിപ്പോയ ഒരു ഭാര്യയെ നേടാൻ വേണ്ടി ഭർത്താവാകുന്ന കാന്തനാകുന്ന കർത്താവ്, ശിഷ്യന്മാര് അവര് പിന്മാറിപ്പോയവരാ. എന്നാ അവരെ സ്നേഹത്തോടെ സ്നേഹചൂടോടൊപ്പമായിട്ട് ആ സ്നേഹചൂടില് വറുത്തെടുത്ത മീനുമായിട്ട് കർത്താവ് കാത്തിരിക്കുവാണ്. അപ്പം കർത്താവ് വിക്ടർ തന്നെ ഒരു എനിക്ക് മാരേജിലുള്ള മെസ്സേജിൽ ഒരു രാവിലെ എഴുതിട്ട് ഫൂ 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 പുനരുദ്ധാനം ചെയ്ത് കർത്താവ് എന്താ രാവിലെ ചെയ്യുന്നത് വെച്ചാൽ ഫൂ ഫൂ എന്ന് പറഞ്ഞ് ഊതി കത്തിക്കുവാണ്, തീക്കനിൽ ഊതി കത്തിക്കുക. ആർക്ക് വേണ്ടിയാ? ഈ തന്നെ തള്ളിപ്പറയൂ, തന്നെ അതുപോലെ തന്നെ വിട്ടെറിഞ്ഞിട്ട് പോയ ശിഷ്യന്മാർക്ക് വേണ്ടി ഫൂ 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 എന്ന് പറഞ്ഞ് ഊതുന്ന ആ ഒരു കർത്താവിന്റെ സ്നേഹം. അങ്ങനെ അവിടെ അവർ തീക്കനിൽ അതിന്മേലും മീൻ വെച്ചിരിക്കുന്നതും അപ്പവും ഒക്കെ കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ, ഇതും കൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട, യേശു അവരോട് ഇപ്പോൾ പിടിച്ച് മീന് ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഓൾറെഡി അവിടെ കർത്താവ് മീനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പിടിച്ചത് ഇപ്പൊ നിങ്ങൾ പിടിച്ചതും കൂടെ കൊണ്ടുവരുവിൻ എന്ന് പറയുമ്പോൾ അവർ കർത്താവിന്റെ ഒരു സ്നേഹം, കർത്താവിന്റെ ആ ഒരു യോക്കിംഗ് റിലേഷൻഷിപ്പ്, പാർട്ട്ണറിങ് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് കണ്ടു നിർത്തിയായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ എന്താ നമ്മുടെ കൂടെ എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ശരിക്കും പറഞ്ഞാൽ ആ മീൻ പിടിച്ചു കൊടുത്തതും കർത്താവ് തന്നെയായിരുന്നു. അവർ രാവന്തിയുള്ള അവരുടെ സ്വന്തം ശക്തിയിൽ ഒന്നും കിട്ടിയില്ല, പട്ടപ്പൂജ്യം. എന്നാൽ കർത്താവിനെ അനുവദിച്ച് അവർക്ക് 153 വലിയ മീൻ കിട്ടി എന്നൊക്കെ അതിന്റെ തൊട്ട് താഴെ 11ാമത്തെ വാക്യത്തിൽ അതും വലിയ മീൻ 153 വലിയ മീൻ കിട്ടി എന്നൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം യു ഹാവ് നൗ കോട്ട്, കർത്താവ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം നമ്മൾ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ, നമ്മളെ കൂട്ടു സഹോദരങ്ങളെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിശുക്കന്മാരാ. എന്തെങ്കിലും ഇന്ന് തന്നെ ഞാനൊരു അമ്മ മോന് വേണ്ടിയുള്ള കൗൺസിലിങ്ങിനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, തിരുത്തവും വഴക്ക് പറയുകയൊക്കെ ചെയ്യണം. പക്ഷെ അഭിനന്ദിക്കേണ്ടടുത്ത് ഒരു നല്ല കാര്യം എന്ന് പറയേണ്ടടുത്ത് നല്ല കാര്യമൊക്കെ പറയാറുണ്ട്, അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട് ഡോക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും അമ്മയുടെ ജനറൽ ടോണിൽ നിന്ന് എനിക്ക് തോന്നിയത് എപ്പോഴും ഇങ്ങനെ പടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയായിട്ട് തോന്നിയത്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ പലപ്പോഴും മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ജ്യേഷ്ഠ സഹോദരങ്ങൾ നമ്മുടെ ഇളയ സഹോദരങ്ങളോടും ഒക്കെ ശരിയാണ്, അവർക്ക് ഫേമായിട്ട് നിൽക്കേണ്ടടുത്ത് നമ്മൾ കറക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കണം എന്ന ഒരു ഉത്സാഹം കൊടുക്കേണ്ടടുത്ത് അവരിലൊരു നല്ല ദൈവത്തിന്റെ ഒരു നല്ല കാര്യങ്ങളും നല്ല ഗുണങ്ങളും നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അവർക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും. അപ്പൊ അത് ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് പറയുമ്പോൾ, ഇത് ചെയ്ത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് അവർക്ക് വീണ്ടും അതുപോലെ ചെയ്യാനും ആ കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എപ്പോഴും തിരുത്തൽ മാത്രമേ ഉള്ളൂ. അയ്യോ ഞാൻ ഒരു കാലത്തും ഒന്നും നന്നായിട്ട് ചെയ്തിട്ടില്ലേ ദൈവമേ എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നത്തക്ക വണ്ണമാണ് ചില മാതാപിതാക്കളുടെ പെരുമാറ്റം. ചില മാതാപിതാക്കൾ വേറെ എക്സ്ട്രീം, അവർ പിന്നെ തിരുത്തലേ ഇല്ല, അവരെപ്പോഴും ഇങ്ങനെ കൊഞ്ചിച്ച് കളിച്ച് പിള്ളേരങ്ങ് വഷളായിപ്പോവും. വേറെ മാതാപിതാക്കളുടെ അടിയിടിയും തൊഴിയും കരച്ചിൽ ഈ കറക്ഷന് മാത്രമേ ഉള്ളൂ, പിള്ളേരങ്ങ് മടുത്ത് ഡിസ്കറേജ്ഡ് ആയി പോകും. അപ്പൊ രണ്ട് എക്സ്ട്രീമും തെറ്റാ. പക്ഷെ ആ ഒരു ബാലൻസ്, ദൈവത്തിന്റെ സ്നേഹവും ഖണ്ഡിതവും അല്ലെങ്കിൽ കാർക്കശ്യവും കാണുവിനാണ് റോമർ 11:22 അവിടെ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് റോമർ 11:22 ഓർക്കാൻ എളുപ്പം. എങ്ങനെ 11-22 തമ്മിൽ എന്താ ബന്ധം? 11 × 2 is
11:22. റോമൻസ് 11:22 പറയുന്നത് ബിഹോൾഡ് ദ കൈൻഡ്നസ് ആൻഡ് സിവിയറിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന് ദയവുണ്ട്, എന്നാൽ ഖണ്ഡിതം അല്ലെങ്കിൽ കാർക്കശ്യമുണ്ട്, ആ ഒരു സിവിയറിറ്റി ഉണ്ട്. അപ്പം അതുപോലെ കർത്താവ് തിരുത്തേണ്ട സമയത്ത് കർത്താവ് വളരെ ശക്തമായിട്ട് ഇവരെയൊക്കെ നന്നായിട്ട് നല്ല ഡോസ് കൊടുത്ത് തിരുത്തുന്ന കർത്താവ് ഈവൻ പുനരുദ്ധാനം ചെയ്തതിന് ശേഷം അവരുടെ ഹൃദയകാഠിന്യത്തെ ഒക്കെ ശാസിച്ചതായിട്ടൊക്കെ നമ്മൾ മർക്കോസ് അവസാന 16-ാം അധ്യായത്തിൽ ആ വാക്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മർക്കോസ് 16 ഒന്ന് പെട്ടെന്ന് ഇത് തിരിക്കുകയാണെങ്കിൽ കർത്താവ് അവർക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുമ്പം മർക്കോസ് 16:14 പിന്നത്തേതിൽ കർത്താവ് പുനരുദ്ധാനമൊക്കെ ചെയ്തതിന് ശേഷം ഇനിയിപ്പം കർത്താവിന്റെ ശാസനയൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നല്ല ഡോസ് അതിനെക്കാട്ട് നല്ല ഡോസ് കിട്ടുന്നത്. 11 മർക്കോസ് 16:14 എന്താ നമ്മൾ കാണുന്നത്? പിന്നത്തേതിൽ 11 ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാകിയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. നല്ല ഡോസ് കൊടുത്തു. റിപ്രോച്ച് ദം. ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ അവർ നല്ല ഡോസ് കൊടുക്കേണ്ടത് കർത്താവ് ഡോസ് കൊടുക്കുകയും ചെയ്യും. എന്നാൽ എൻകറേജ് ചെയ്യേണ്ടിടത്ത് ആ ഒരു മാർവോട് ചേർത്ത് ആശ്വസിപ്പിക്കേണ്ടിടത്തും ഉത്സാഹിപ്പിക്കേണ്ടിടത്തും ഒക്കെ അതായിരുന്നു ആ ഒരു ദിവ്യ സ്നേഹം, ഡിവൈൻ ലവ്. അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ കൂടുതൽ കർക്കശമായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സ്നേഹമോ ലാളനയോ ഒരു പിക്കലൊക്കെ ആയിപ്പോയി. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ നമ്മൾ പോകുമ്പോൾ ശരിയാണ്, നല്ല തെറ്റായിട്ട് കാര്യങ്ങളുള്ള സമയത്തെല്ലാം നമ്മൾ ആ ഒരു ഫേമായിട്ട് നിൽക്കുക. എന്നാൽ തെറ്റായിട്ട് ഇനിയിപ്പം ശരിയായിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ പോലും ഇപ്പൊ ഇങ്ങനെ ചില മാതാപിതാക്കൾ പറയും, ഡോക്ടറെ ഇവന് കുരുത്തക്കേട് കാണിക്കാത്ത ഒരു സമയമില്ല, എപ്പോഴും കുരുത്തക്കേട്. അപ്പൊ ഞാൻ പറയും നല്ല സ്വഭാവം എന്തെങ്കിലും കാണിച്ചാലേ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ പറയും നല്ല സ്വഭാവം ഒന്നും കാണിച്ചില്ലേ, കുരുത്തക്കേട് ഇല്ലാത്ത സമയം ചിലപ്പോൾ ഒന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് അടങ്ങിയിരിക്കുന്ന ഒരു സമയം എപ്പോഴെങ്കിലും കാണുമല്ലോ, കുരുത്തക്കേട് കാണിക്കാത്ത സമയം, അപ്പോഴൊക്കെ നിങ്ങൾ മോനെ ഇങ്ങനെ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യണം. ചില പിള്ളേരെ അത്രയ്ക്ക് വാശി പിള്ളേരായിരിക്കും, അതുപോലെ ആയിരിക്കും അവരെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ കുരുത്തക്കേട് ഇനിയിപ്പോൾ അവർക്ക് നല്ല സ്വഭാവം ഒന്നും ഇല്ലെങ്കിൽ, ഇങ്ങനെ കാണാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല സ്വഭാവം ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ചീത്ത സ്വഭാവം കാണിക്കാത്ത സമയത്തെങ്കിലും, ആബ്സെൻസ് ഓഫ് ബാഡ് ബിഹേവിയറിന്റെ സമയത്തെങ്കിലും അങ്ങ് നിങ്ങളൊന്ന് അവരുടെ ആ ഒരു ഹൃദയം കവരത്തൊക്കെ വേണം കുറച്ച് ഉത്സാഹവും പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ നൽകണം. അപ്പോൾ ആ ഒരു കർത്താവിന്റെ ഉത്സാഹം അത് നമ്മളിവിടെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ, നിങ്ങൾ പിടിച്ച അതാ വിച്ച് യു ഹാവ് കോട്ട്, അതാ ബ്രിങ് സം ഓഫ് ദ ഫിഷ് വിച്ച് യു ഹാവ് നൗ കോട്ട് എന്ന് പറയുന്ന ആ ഒരു കർത്താവിന്റെ ആ ഒരു സ്നേഹം നമ്മളവിടെ നമ്മളെയും കർത്താവിന്റെ പ്രവൃത്തിയിൽ നമ്മളും കൂടെ ഭാഗഭാക്കാകണം. കർത്താവിന് ലാസറസിനെ ഉയർപ്പിക്കുമ്പം കർത്താവ് ലാസറസിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അത്രയും ചെയ്യാവുന്ന കർത്താവിന് ആ കല്ല് നീക്കാനോ അല്ലെങ്കിൽ ആ കെട്ടുകളൊക്കെ നീക്കാൻ ഏതാണ്ട് പ്രയാസമായിരുന്നു. ഒരു മരിച്ച ആളെ ഉയർപ്പിക്കാൻ ശക്തിയുള്ള ആളുടെ ആ കല്ലൊന്ന് നീങ്ങി പോട്ടെ, അല്ലെങ്കിൽ ഈ ശവശരീരത്തിൽ അവർ കെട്ടിവെച്ചിരുന്ന ആ വസ്ത്രത്തിന്റെ കെട്ടുകളൊക്കെ ഒന്ന് അഴിഞ്ഞു പോകട്ടെ എന്ന് കർത്താവിന് നിഷ്പ്രയാസം ചെയ്യാമായിരുന്നു. എങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവരെ കൊണ്ടും കൂടെ ചെയ്യിപ്പിച്ച്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം കല്ല് നീക്കുന്നതും ഈ കെട്ടുകളൊക്കെ കഴിക്കുന്നതൊക്കെ അവർക്ക് മനുഷ്യരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അപ്പൊ ഈവൻ കാനായിലെ കല്യാണത്തിന് ആ കൽഭരണികൾ നിറയ്ക്കുന്നത് അവർക്ക് മാനുഷികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ വെള്ളത്തിൽ വീഞ്ഞാക്കാനും കർത്താവിനെ കഴിയത്തുള്ളൂ. കഴിയാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്യും, കഴിയുന്ന കാര്യങ്ങൾ നമ്മളും കൂടെ ചെയ്യാൻ തക്കവണ്ണം വെച്ചാൽ നമ്മളും കൂടെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മൾ ഈൽഡ് ചെയ്യുമ്പോഴാണ് കർത്താവിന് അതീന്ദ്രിയമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എന്താ പറയുക, ദൈവത്തിന്റെ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയ വരങ്ങളൊക്കെ നമ്മൾ വേണമെന്ന് പറയുമോ, എനിക്ക് വചനം സംസാരിക്കേണ്ട വലിയ വരം വേണം. പക്ഷെ നമ്മൾ ആ വചനം ധ്യാനിക്കാനും വചനം പഠിക്കാനും വചനം എഴുതി വെക്കാനും ഓർത്തിരിക്കാനും എടുത്തു നോക്കാനും അങ്ങനെയൊക്കെയുള്ള നമ്മൾക്ക് ദൈവം തരുന്ന ആ ഒരു ദൈവം തരുന്ന കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഒരു ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് കർത്താവ് പിന്നെ അതിനെ ബ്ലസ് ചെയ്ത് വെള്ളത്തെ അങ്ങ് വീഞ്ഞാക്കുന്ന വണ്ണം കർത്താവിൻ്റെ ഒരു പ്രവചന ശബ്ദമായിട്ട് കർത്താവിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ദൈവം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തും കർത്താവിൻ്റെ ആ ഒരു എൻ്റെ നുഖമെടുത്ത് എന്നോട് പഠിപ്പിൻ, നമ്മളുടെ കർത്താവിൻ്റെ പ്രവൃത്തിയിലുള്ള ഒരു വലിയൊരു കാര്യമാണ്. നമ്മളുടെ ഓരോ കാര്യത്തിലും കർത്താവ് നമ്മളുടെ ഒരു സഹകരണം, നമ്മളും കൂടെ ചേർന്ന കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരു ടേബിള് അവിടുന്ന് പിടിച്ച് ഇങ്ങോട്ട് ഇടുമ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞ് പറയുക, അച്ഛാ എനിക്കും കൂടെ സഹായിക്കണം, നീ അങ്ങോട്ട് മാറിപ്പോ, എനിക്ക് തന്നെ പിടിച്ചിടാം, നീ ന്യൂസെൻസ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ കുഞ്ഞിനെ നമ്മൾ അങ്ങോട്ട് തട്ടി മാറ്റിയാൽ കുഞ്ഞിനെ വലിയ വിഷം വരും. പക്ഷെ കുഞ്ഞും കൂടെ ഒരു അറ്റത്ത് പിടിക്കാൻ നമ്മളത് അനുവദിച്ച് കുഞ്ഞിന്റെ കൂടെ നമ്മൾ ചെയ്യുമ്പം
കുഞ്ഞ് എന്ന് മമ്മിയോട് പറയും, ഞാൻ ആ ടേബിൾ പിടിച്ചിട്ട് അച്ഛനും കൂടെ എന്നെ ഒന്ന് സഹായിച്ചായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ അതിനൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ധൈര്യവും കോൺഫിഡൻസും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവാണ് എല്ലാം ചെയ്യുന്നത്. എന്നാൽ നമ്മളും കൂടെ ഒന്ന് സഹകരിച്ച് കർത്താവിനോടൊന്ന് ചേർന്ന് നിന്ന് കൊടുത്തില്ലെങ്കിൽ കർത്താവ് കാര്യങ്ങളെ മുമ്പോട്ട് ചെയ്യത്തില്ല. എന്നുവെച്ചാൽ നമ്മളെ പാത്രങ്ങളായിട്ട്, വെസൽസ് ആയിട്ട്, പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാനാണ് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കർത്താവിൻ്റെ ഒരു സ്നേഹം, ആ ഒരു പാർട്ട്ണറിങ് റിലേഷൻഷിപ്പ്, യോക്കിംഗ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കർത്താവിൻ്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചു. പിന്നെ 11-ാമത്തെ വാക്യം, സിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് കയറ്റി. അപ്പം അതെ, സൈമൺ പീറ്റർ വെന്റ് അപ്പ് ആൻഡ് ഡ്രൂ ദ നെറ്റ് ടു ദ ലാൻഡ്. അപ്പം ഇവരെല്ലാം ഇവിടം വരെ കൊണ്ടുവന്നു. അതായത് അവരെല്ലാം കരയ്ക്ക് അടുപ്പിച്ച കാര്യമാണ് നമ്മൾ വായിച്ച അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ദൂരത്തിലേക്ക്. അതിന്റെ 8-ാമത്തെ വാക്യത്തിന് ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ, 8-ാമത്തെ വാക്യം, അധികം ദൂരത്തിലേക്ക് മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. പക്ഷെ ആരാ ഇത് ഇതെല്ലാം കൂടെ കരക്കിലേക്ക് അങ്ങ് വലിച്ചു കയറ്റിയെന്ന് വെച്ചാൽ സിമോൻ പത്രോസ് തന്നെ, നേതാവായിട്ടുള്ള സിമോൻ പത്രോസ് തന്നെ അത് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല. ഇതെല്ലാം ഉണ്ടായിട്ട് ദൈവത്തിന് അറിയാം, ചിലപ്പോൾ ഒരു മീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വല കീറിപ്പോയതിനെ വെച്ചാൽ ആ മാക്സിമം കപ്പാസിറ്റി ദൈവം കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പണ്ട് ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ആ സദൃശ്യവാക്യം 10:22 അവിടെ ക്രോസ് റെഫറൻസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹത്തിൽ ദൈവം ഒരു ദുഃഖത്തെ ആഡ് ചെയ്യുന്നില്ല. ഹി ആഡ്സ് നോ സോറോ ടു ഇറ്റ് എന്ന് പറയുന്നൊരു വാക്യമുണ്ട് സദൃശ്യവാക്യം 10:22. സദൃശ്യവാക്യം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. പഴയ നിയമത്തിൽ ഭൗതിക സമ്പത്തിനെ ഉദ്ദേശിക്കുന്നത്, പുതിയ നിയമത്തിൽ പ്രാഥമികമായിട്ട് ആത്മീയ സമ്പത്ത്. പിന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തരും, വേണ്ടുന്നതെല്ലാം കർത്താവ് തരുമെന്ന് മത്തായി 6:33 ഫിലിപ്പിയർ 4:19 ഒക്കെ നമുക്കറിയാം. യഹോവയുടെ അനുഗ്രഹത്തിൽ സമ്പത്ത് ഉണ്ടാകുന്നു, അധ്വാനത്താൽ അതായത് അത് മലയാളം ഇംഗ്ലീഷും കുറച്ച് വ്യത്യാസമുണ്ട്. അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ഇംഗ്ലീഷിൽ എനിക്ക് എൻ്റെ ഇബ്രാഹിം ഇതിന് നോക്കണം, മലയാളം ഇംഗ്ലീഷും ഡിഫറെൻ്റ് ആകുമ്പോൾ ഞാൻ സാധാരണ ഹീബ്രുവിലോട്ടും ഗ്രീക്കിലോട്ടും ഒക്കെ പോകുന്നത്. ഇംഗ്ലീഷിൽ എങ്ങനെയായിരുന്നു, ഹി ആഡ്സ് നോ സോറോ ടു ഇറ്റ് എന്നുള്ളൊരു കാര്യം. ചില ഇങ്ങനെ സ്ത്രീകളെ അർപ്പിതയും ജോസിനെയും പ്രഗ്നൻസിയൊക്കെ ഡിറ്റക്ട് ചെയ്ത് ആ സമയത്ത് സ്ത്രീകളെ ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങളവിടെ വലിയൊരു എൽഡറായിട്ടുള്ള ജോസഫ് എന്തോ ഇതിന്റെ കാര്യം പറഞ്ഞപ്പം അപ്പൊ എന്തോ സ്ത്രീകളെ എന്തെന്ന് പറഞ്ഞു, ഇനിയിപ്പം വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ബ്രദർ ഈ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ഹി ആഡ്സ് നോ സോറോ ടു ഇറ്റ്. അത് പക്ഷെ അത് ദൈവം അങ്ങ് വിശ്വസിക്കാൻ സഹായിച്ചു. പക്ഷെ അതുപോലെ തന്നെ ദൈവം സഹായിച്ച് അങ്ങനെ വോമിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ദൈവം എല്ലാവർക്കും അതുപോലെ ആയിരിക്കണം എന്ന് എനിക്കില്ല. ഞാൻ പറഞ്ഞ ചില കാര്യത്തിൽ ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് അങ്ങനെ തരുമ്പോൾ അതിനൊരു സോറ ആഡ് ചെയ്യാതെ, മലയാളത്തിന്റെ ഒരു പക്ഷെ അധ്വാനത്തിൽ അതിനോടൊന്നും കൂടുന്നില്ലെന്ന, പക്ഷെ ഇംഗ്ലീഷിൽ ഹി ആഡ്സ് നോ സോറോ ടു ഇറ്റ്. അപ്പൊ ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ, ഇറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ദാറ്റ് മേക്സ് റിച്ച്, ഹി ആഡ്സ് നോ സോറോ ടു. അപ്പം ദൈവം നമുക്ക് ചില കാര്യങ്ങൾ തരുമ്പം അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ദുഃഖവും കൂടെ ആഡ് ചെയ്ത് തരാതെ എന്ന് പറഞ്ഞാണെങ്കിൽ, ഇതെല്ലാം 153 വലിയ മീനുണ്ട്, വലയൊക്കെ കീറിപ്പോയി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വലയ്ക്കൊക്കെ എത്ര വിലയാന്നുള്ള കാര്യം മൂക്കന്മാരുടെ സൗകര്യം ചോദിച്ചാൽ അറിയാം. ഇപ്പം നമ്മളുടെ കാറിന്റെ ബോണറ്റ് ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഇതെണ്ണം മനസ്സിലാവും. വല കീറിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത്ര ഒന്നും മനസ്സിലാകത്തില്ല, നമുക്ക് വിലയില്ലാത്തതുകൊണ്ട്. അപ്പം പക്ഷെ ആ ഒരു എന്താണ് പറയുന്നത്, അവർക്ക് വല കീറാതെ വണ്ണം അതിനെയും കാക്കുന്ന ഒരു കർത്താവിൻ്റെ ഒരു കരുതൽ, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത്ര വിലരും ഉണ്ടായിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവിന് അറിയാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ മെഡിക്കലി സ്പീക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തെങ്കിലും വചനം എന്ന് ചോദിച്ചാൽ യോഹന 21:12 പറയാം. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു വചനം വേണമെന്ന് പറഞ്ഞാൽ ദൈവം എന്നൊക്കെ പ്രാതൽ കഴിച്ചുള്ളൂ, കർത്താവിൻ്റെ കൽപ്പനയാണത്. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കഴിക്കാതിരിക്കാൻ കിട്ടും. ഞാൻ അതിൻ്റെ ഒരു തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, ജീസസ് സെറ്റ് ടു ദം, കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ആ ഒരു കർത്താവിൻ്റെ. അപ്പം ഇത് ഇത്രയൊക്കെ ക്ഷീണിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാ. അപ്പൊ ഈ ക്ഷീണിച്ച് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യം തന്നെ കർത്താവ് ഒരു മണിക്കൂർ പ്രസംഗിക്കുമല്ലായിരുന്നു. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം നടത്തി, നിങ്ങൾ എന്നെ വിട്ടുപോയല്ലോ, നിങ്ങൾക്ക് തീക്ഷ്ണതയില്ല, നിങ്ങൾ ശീതോഷ്ണവന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗമൊക്കെ പിന്നീടാവാം. ആദ്യം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എമ്പൊക്കെ വിട്ട് സമാധാനത്തോടെ ഇരിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പത്രോസിന് വേണ്ടുന്ന ഡോസൊക്കെ പത്രോസിനോട് കൊടുക്കാം എന്ന് പറയുന്നൊരു കർത്താവ്. നമ്മൾ
നമ്മൾ മെൽക്കിസ്ദേക്കിന്റെ കാര്യം പറയുമ്പം മെൽക്കിസ്ദേക്കും അങ്ങനെ ആയിരുന്നു. കർത്താവ് മെൽക്കിസ്ദേക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണല്ലോ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മെൽക്കിസ്ദേക്ക് എബ്രഹാമിനെ വരവേൽക്കുന്ന സമയത്തും ആ ഒരു ക്ഷീണിച്ച് വന്നിരുന്ന എബ്രഹാമിന് ആദ്യം ഒരു വലിയ എക്സോട്ടേഷൻ അല്ല കൊടുക്കുന്നത്, ആദ്യം വലിയൊരു പ്രബോധനമൊന്നും അല്ല കൊടുക്കുന്നത്, മറിച്ച് ആദ്യം അപ്പവും വീഞ്ഞും ഒക്കെ കൊടുക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നത്. നമ്മളെ ഉൽപ്പത്തി പുസ്തകം ജെനസിസ് 14 അധ്യായത്തിന്റെ 18 വാക്യത്തില് ശാലേം രാജാവായ മെൽക്കിസദേക്ക്, അവിടെ ശാലേം രാജാവ് നമ്മൾ വായിക്കുന്നുണ്ട്. ശാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അപ്പൊ രാജാവുമാണ് പുരോഹിതനുമാണ്. ആദ്യം രാജാവും പുരോഹിതനും ആയവൻ ശരിക്കും യേശു കർത്താവാണ്. അപ്പോൾ ഇങ്ങനെ പഴയ നിയമത്തിൽ തന്നെ രാജാവ് പുരോഹിതനും ആകാനൊക്കെ ചില ഒരു രാജാവ് പുരോഹിതനായിട്ട് അവൻ ഉസ്സയ രാജാവ് അങ്ങനെ ശ്രമിക്കുമ്പോൾ അവന് കുഷ്ഠം വന്ന കാര്യമൊക്കെ നമ്മൾ ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ റെവലേഷൻ ബൈബിൾ സ്റ്റഡിയിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മെൽക്കിസദേക്ക് ഒരു രാജാവുമായിരുന്നു, പുരോഹിതനുമായിരുന്നു. അപ്പൊ അതാ മെൽക്കിസദേക്ക് കിങ് ഓഫ് സാലേം രാജാവ്. സാലേം എന്ന് പറഞ്ഞാൽ യെരുസലേം, സാലേം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നുള്ള വാക്ക എബ്രായ ഭാഷയിലുള്ളത്. കിങ് ഓഫ് സാലേം രാജാവായിട്ടുള്ള മെൽക്കിസദേക്ക് എന്തുമായിട്ടാണ് വന്നത്? ഇവിടെ നമ്മളവിടെ വായിക്കുന്നത് എബ്രഹാം ആണെങ്കിൽ തൻ്റെ അനന്തരനായിട്ടുള്ള ലോത്തിനെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമ്പം എബ്രഹാം വലിയ പോരാട്ടമൊക്കെ പോരാടി ക്ഷീണിച്ച് അവശനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ശാലേം രാജാവായ മെൽക്കിസദേക്ക് എന്തുകൊണ്ടാണ് വന്നത്? അപ്പവും വീഞ്ഞും കൊണ്ട് വന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന് പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ചു. അതായത് മെൽക്കിസദേക്ക് എബ്രഹാമിനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ എബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ, ഇത് ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആ ദൈവം, അല്ലാതെ നീ സ്വന്തമായിട്ടൊന്നും ചെയ്തതല്ല. ഇപ്പൊ ദൈവത്തിനാണല്ല മഹത്വം. അവൻ എബ്രഹാം സകലത്തിന് ദശാംശം കൊടുത്തു. സോദോം രാജാവ് എബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എബ്രഹാം പിന്നീട് സോദാൻ രാജാവ് എബ്രഹാമിനോട് സംസാരിക്കുമ്പം എബ്രഹാം അത് എന്താ ഈ മെൽക്കിസദേക്ക് പറഞ്ഞ ആ വാക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സോദോം രാജാവിന് ഉത്തരം കൊടുക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നത്. അതായത് അവിടെ നമ്മൾ താഴോട്ട് വായിക്കുവാണെങ്കിൽ 23 വാക്യത്തിൽ, എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവെങ്കിലേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നു. അപ്പൊ എന്താ ആ ഒരു പദപ്രയോഗം അത് അവന് എവിടുന്ന് കിട്ടിയതാ? എന്ത് പദപ്രയോഗമാണ് ഞാൻ ഈ പറയുന്നത്? 23 വാക്യത്തില് അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? ഇംഗ്ലീഷിൽ 22 ലോർഡ് ഗോഡ് മോസ്റ്റ് ഹൈ പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്നുള്ള ആ ഒരു പദപ്രയോഗം ശരിക്കും അവനോട് ആര് സംസാരിച്ചതെന്ന് വെച്ചാൽ 19 വാക്യം നോക്കുവാണെങ്കിൽ അത് മെൽക്കിസദേക്ക് സംസാരിച്ച വാക്യം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മെൽക്കിസദേക്ക് എബ്രഹാമിനോട് പറഞ്ഞ ആ ഒരു 2 സെന്റൻസ് പറയുന്നതായിട്ട് ഒരു ഷോർട്ട് എക്സർട്ടേഷനെ നമ്മൾ വായിക്കുന്നത്. പക്ഷെ അത് അവന്റെ മനസ്സിൽ അതുപോലെ പതിഞ്ഞു. അവന് വേണ്ടുന്ന ഒരു പദമായിരുന്നു. ഇത് ഞാൻ ഇത്രയും സമ്പത്തൊക്കെ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, അപ്പൊ ഇത് പക്ഷെ ഇത് എൻ്റെ അല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെയാണ്, ദൈവമാണ് നിനക്കത് ഏൽപ്പിച്ചു തന്നതെന്ന മെൽക്കിസദേക്ക് അവിടെ എബ്രഹാമിനോട് പറയുന്നത്. അപ്പം പിന്നീട് സോദോം രാജാവിൻ്റെ അടുക്ക സംസാരിക്കുമ്പോൾ എനിക്കിതെല്ലാം കൂടെ വേണമെന്നല്ല അവൻ പറയുന്നത്, മറിച്ച് ദൈവത്തിൻ്റെതാണ് എല്ലാം. അതുകൊണ്ട് ഞാൻ ഈ ആകാശവും ഭൂമിയും സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവെങ്കിലേക്ക് കൈയുയർത്തി സത്യം ചെയ്ത് പറയുവാണെന്നും പറഞ്ഞുകൊണ്ട് ഞാനിതൊന്നും എടുക്കുന്നില്ല എന്ന് പറയുന്ന അവർ എബ്രഹാമിനെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം എബ്രഹാമിന് ആ ഒരു സ്പിരിച്വൽ എക്സർട്ടേഷൻ, ആത്മീയമായിട്ടുള്ളൊരു പ്രബോധനം ആര് കൊടുക്കുന്നു? മെൽക്കിസദേക്ക് കൊടുക്കുന്നു. എന്നാൽ അതിന് മുമ്പ് എന്താ കൊടുക്കുന്നേ? അപ്പവും വീഞ്ഞും കൊടുക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രായോഗികമായിട്ട് ആ ഒരു യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ച് എബ്രഹാമിന് ആദ്യം തന്നെ എക്സർട്ടേഷൻ കൊടുക്കുമല്ല, അപ്പം കൂടുതൽ ചിലപ്പോൾ ക്ഷീണിച്ചു പോകും. അപ്പൊ ആദ്യം അപ്പവും വീഞ്ഞൊക്കെ കൊടുത്ത് കുറച്ചൊരു ഹൈപ്പോഗ്ലൈസിമിയൊക്കെ ഒന്ന് മാറി കുറച്ചൊക്കെ ഒന്ന് ബോധമൊക്കെ വന്ന് കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ ഒരു സെൻസോറിയൊക്കെ ഒന്ന് നോർമലായെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ പിന്നെ എക്സർട്ടേഷനൊക്കെ കൊടുക്കുന്ന എന്ന് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ രാവന്തിയോളം ഒന്നും കഴിക്കാതെ വിശന്ന് വലഞ്ഞിരിക്കുവാണ്. ഇനിയിപ്പം നീ ഇവയിൽ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ പത്രോസിനോട് ഒന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് ചോദിച്ചാൽ പത്രോസ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. അതുകൊണ്ട് കർത്താവ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചൊന്ന് വയറൊക്കെ ഒന്ന് നിറച്ചിട്ട് ഞാൻ പിന്നെ നിനക്ക് വേണ്ടുന്ന ഡോസൊക്കെ തരാം എന്ന് പറയുന്നൊരു കർത്താവിനെ നമ്മളിവിടെ കാണുക. അപ്പം നമ്മൾ തിരിച്ച് യോഹന്നാൻ 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12 21-12
അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാര് ശിഷ്യന്മാരിൽ ഒരുത്തിനും നീ ആരെ എന്ന് അവനോട് ചോദിക്കുവാൻ തുനിഞ്ഞില്ല. എന്നുവെച്ചാൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ യുനോ അവർക്ക് തിരിച്ചറിയുന്ന കാര്യത്തിലൊക്കെ ഉള്ള ഒരു ചെറിയൊരു താമസത്തിന്റെ ചെറിയൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില അവ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ള കാര്യം ഒരു കാര്യം. അവിടെ നേരം പുലരുന്നേ ഉള്ളായിരുന്നു. ഈ മഗ്ദലക്കാരി മറിയം അവിടെ കല്ലറക്കി വെച്ച് കാണുമ്പോഴും ഒക്കെ അതേപോലെ ഒരു നേരം പുലരുന്ന സമയമായിരുന്നു. അവർ ആ സമയത്ത് കർത്താവിനെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട്. എന്നാൽ പുനരുദ്ധാനം ചെയ്ത കർത്താവ് എന്നെ അത് ദൈവം തന്നെ അനുവദിക്കാതെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം കർത്താവ് അതുപോലെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നത്. ഈവൻ 500ഓളം പേർ വിശ്വസിക്കുന്നവരായിട്ടുള്ള 500ഓളം പേർക്ക് പ്രത്യക്ഷരായി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 1 Corinthians 15 അധ്യായത്തിലൊക്കെ കാണുന്നത്. അപ്പം അപ്പൊ ഇന്ന് ആൾക്കാർക്ക് എല്ലാം മനസ്സിലായി. എന്നാൽ അവര് നീ കർത്താവല്ലേ, നീ ആരെ, ഹു ആർ യു എന്നൊന്നും നൺ ഓഫ് ദി ഡിസൈപ്പിൾസ് വെഞ്ചർ ടു ക്വസ്റ്റ്യൻ ഹിം ഹു ആർ യു നോയിങ് ദാറ്റ് ഇറ്റ് വാസ് ലോർഡ്. എല്ലാവർക്കും കർത്താവ് തന്നെയാണ് ഇതെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത് മാത്രമല്ല, അവർക്ക് എല്ലാവർക്കും അവർക്ക് വെളിപ്പെട്ടു. 13-ാമത്തെ വാക്യം, യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. നിങ്ങളൊക്കെ അങ്ങ് വിളമ്പി കഴിച്ചു എന്ന് പറയുമല്ലേ കർത്താവ്. അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. ആ ഒരു കർത്താവിൻ്റെ ഒരു താഴ്മ, പുനരുദ്ധാനം ചെയ്തതിന് ശേഷം വലിയ രാജാവായിട്ട് കാലുമേ കാലും കയറ്റി വെച്ച് നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തോ, ഞാൻ നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നില്ലേ എന്ന് മാത്രമല്ല, കർത്താവ് അവർക്ക് അത് സെർവ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കർത്താവിൻ്റെ ആ ഒരു താഴ്മ. കർത്താവ് നമ്മളെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ കർത്താവ് തൻ്റെ ബ്രദന്മാർക്ക്, തൻ്റെ ശിഷ്യന്മാർക്ക് ശുശ്രൂഷ ചെയ്യുന്നൊരു കാര്യം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് 12:37 യജമാനം വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അതായത് കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ ആത്മീയ ഉണർവോടെ, നമ്മൾ ഉറങ്ങരുതെന്നല്ല, ഉറങ്ങുമ്പോഴും ആത്മീയ ഉണർവോടെ ഇരിക്കുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ കർത്താവ് അരകെട്ടി അവരെ ഭക്ഷണത്തിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആ ഒരു കർത്താവിൻ്റെ ആ ഒരു താഴ്മ. ഞാനങ്ങ് വലിയ സീനിയർ, അപ്പം അതുകൊണ്ട് ഞാനിനി അങ്ങനെ ഒരു മീനിയൽ ജോബ്സ്, ചെറിയ ജോലികളൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്ന കർത്താവല്ല, മറിച്ച് ശിഷ്യന്മാരുടെ കാല് കഴുകി അതേ കർത്താവ് തന്നെ അവർക്ക് അപ്പമൊക്കെ എടുത്ത് കൊടുക്കുകയും മീനൊക്കെ വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കർത്താവിൻ്റെ ആ ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു മനോഭാവം. കർത്താവ് എല്ലാവർക്കും ദാസനായിരുന്നു. കർത്താവ് തന്നെ പറഞ്ഞു അല്ലേ, മർക്കോസ് 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും വലിയവനാണ് എല്ലാവർക്കും ദാസനായിരിക്കേണ്ടത്. മത്തായി 10-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. നമ്മൾ കർത്താവിന് ദാസനാകണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ യു ഹാവ് ടു ബി ദ സ്ലേവ് ഓഫ് ഓൾ, എല്ലാവർക്കും ദാസനാകണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നതനുസരിച്ച് താളം തുള്ളണം എന്നുള്ളതല്ല. നമ്മൾ പ്രാഥമികമായിട്ട് കർത്താവിൻ്റെ ദാസനാ. എന്നാൽ എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ എല്ലാവരുടെയും താഴേക്ക് ചെന്ന് കാലെഴുകാൻ തക്കവണ്ണം ഒരു താഴ്മയുള്ളവനായിട്ട് ആയിരിക്കണം. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യമില്ല. നമ്മൾ മനുഷ്യർക്ക് ദാസന്മാരായി പോകരുത് എന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ മനുഷ്യർക്ക് ദാസരാകരുതെന്ന് 1 Corinthians 7:23 പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ മനുഷ്യർക്ക് അവിടെ ദാസരായിരിക്കുന്ന ഉദ്ദേശിക്കുന്നത് അവരുടെ മനുഷ്യരെന്ത് പറയുന്നു അതിന് അവരുടെ വിംസ് ആൻഡ് ഫാൻസിക്ക് അനുസരിച്ച് അവരുടെ താളം തുള്ളുന്നതിനനുസരിച്ച് നമ്മൾ താളം തുള്ളാൻ നിൽക്കരുത് എന്നുള്ള കാര്യം. നമ്മൾ പ്രാഥമികമായിട്ടും കർത്താവിൻ്റെ ദാസന്മാരാണ്. ദാസന്മാരാകാനും കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. എന്നാൽ അവർ ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിലോ, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലോ, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന കാര്യത്തിലോ ഒക്കെ ആ ഒരു ദാസ മനോഭാവം, ഞാനെന്തോ വലിയ ആളാണെന്നുള്ള മനോഭാവം അല്ല, മറിച്ച് ആ ഒരു കാല എഴുതുന്ന അതായത് സാഗ്ബർ പറഞ്ഞ കണക്ക് എൽഡേഴ്സ് ആർ ലൈക്ക് ടോയ്ലറ്റ് ക്ലീനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനാണ് ഇവിടുത്തെ മുഖ്യ ടോയ്ലറ്റ് കഴുകുന്നതെന്ന് ഒരാളും പറയത്തില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് യഥാർത്ഥത്തിലൊരു എൽഡേഴ്സിൻ്റെ സ്ഥാനം എന്നൊക്കെ സാഗ്ബർ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ചില ആ ഒരു മനോഭാവമായിരിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ ദാസന മനോഭാവം എന്നൊക്കെ ഉള്ളൊരു കാര്യം. ആ ഒരു കാര്യങ്ങൾ ശരിയാണ്. നമ്മൾ കാർക്കശ്യത്തോടെ പറയേണ്ട സമയത്ത് കാർക്കശ്യത്തോടെ പറയുന്നു, അധികാരത്തോടെ പറയേണ്ട സമയത്ത് അധികാരത്തോടെ പറയുന്നു. പക്ഷേ എങ്കിലും ആ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആ ഒരു ശിശുവിൻ്റെ മനോഭാവം കർത്താവ്
ആ ഒരു നമ്മുടെ തിരിച്ച് യോഹന്നാൻ 21:13 വരുമ്പോൾ യേശു വന്ന അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ കർത്താവ് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ അവിടെ 7 ശിഷ്യന്മാരുള്ളതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ 7 പേർക്കും കർത്താവ് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് അതൊക്കെ എടുത്ത് കൊടുത്ത് അവരെ ക്ഷീണിച്ചിരിക്കുക. കർത്താവ് അറിയാം അവരെല്ലാം ക്ഷീണിച്ച് വല്ലാതെ ക്ഷീണിച്ച് ഉറക്കം പോലും ഇല്ലാതെ ഇവർ ഇത്ര അധ്വാനിച്ചവരാ. അപ്പം ഇവർക്ക് എന്തെങ്കിലും നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. അപ്പം അവർ കർത്താവ് ഒരാൾക്ക് അത് എടുത്ത് കൊടുക്കുന്നു, പിന്നെ എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, പിന്നെയും വന്ന് മീൻ വന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണം, ഇത് ഇന്ന് കുറച്ചുകൂടെ കഴിച്ച് ഒരു മീൻ കഷ്ണം കൂടെ കഴിച്ച് ഒരു അപ്പം കൂടെ കഴിച്ച് എന്ന് പറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന ആ ഒരു കർത്താവിനെ, അതും ആരാ? പുനരുദ്ധാനം ചെയ്ത ദേവാദിദേവനാ. അപ്പോൾ ആ ദൈവം നമ്മുടെ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ എത്രയധികം നമ്മൾ അതുപോലെ ഞാൻ ഗുരുവാകുന്ന ഞാൻ അങ്ങനെ ചെയ്യുന്നു, നിങ്ങളുടെ ശിഷ്യന്മാരുടെ കാല് കഴുകിയെങ്കിലും നിങ്ങളും അങ്ങനെ ചെയ്യുന്ന യോഹന്നാൻ 13-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്. ഇന്ന് നമ്മൾ ക്രിസ്തീയ ലോകത്തെ നേതാക്കന്മാരൊക്കെ വളരെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരെ പോലെ അവരുടെ അടുത്തേക്കൊന്നും ആർക്കും ചെല്ലാൻ പോലും പറ്റത്തില്ലെന്ന് പറയുന്നത്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലൊക്കെ. എന്നാൽ കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. കർത്താവ് വളരെ അപ്രോച്ചബിൾ ആയിരുന്നു. എല്ലാവർക്കും വന്ന് അതുപോലെ കർത്താവിനോട് അടുത്ത് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ തോന്നത്തക്ക വണ്ണം, പത്രോസിന് കർത്താവിനെ മാറ്റിയത് ശാസിക്കാൻ പോലും തോന്നത്തക്ക വണ്ണം അതുപോലെ കർത്താവ് എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കർത്താവ്. പാപികളും ചുങ്കക്കാരും ഒക്കെ കർത്താവിന് അടുത്ത് വന്ന് കേട്ടു. ദേ കെയിം നിയർ ടു ഹിം. കർത്താവിൻ്റെ ഒരു മുഴം ദൂരത്ത് വിശുദ്ധനായ കർത്താവ് ഞങ്ങളിങ്ങനെ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞില്ല. കർത്താവ് ഇങ്ങനെ കർത്താവിനോട് ഞെക്കി ഞെരിഞ്ഞ് നിന്ന് അവർ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ലൂക്കോസ് 15:1 നമ്മൾ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. പാപികളും ചുങ്കക്കാരും ഒക്കെ ദേ കെയിം നിയർ ടു ഹിം, കർത്താവിനോട് ചേർന്ന് വന്ന് വചനം കേട്ടതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലും ആ ഒരു കർത്താവ് എന്നെ അങ്ങേപ്പോലെ ആക്കണം. പുനരുദ്ധാനം ചെയ്ത കർത്താവ് ആ ശിഷ്യന്മാർക്ക് വേണ്ടി ഫൂഫു എന്നും പറഞ്ഞ് തീ ഊതി കത്തിക്കുന്ന, അതുപോലെ ശുശ്രൂഷ ചെയ്യുന്നൊരു കർത്താവ്. നമുക്ക് ചിലപ്പം പാചകം ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. ഏതോ RSCവൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഏതൊരു ബ്രദർ ചോദിച്ച് എങ്ങനെ എനിക്ക് എൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെ എഗ്രീം ചെയ്യാനൊക്കെ. അപ്പോൾ പറഞ്ഞ നിങ്ങൾ പ്രായോഗികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യണം, കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഹെൽപ്പ് ചെയ്യണം, കുക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത് എല്ലാം കൂടെ കുളവാക്കി എന്നാൽ അവർക്ക് പട്ടിണി ഇടാൻ നോക്കരുത്, അറ്റ്ലീസ്റ്റ് പാത്രമൊക്കെ കഴുകി കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇപ്പം എല്ലാ ഭർത്താക്കന്മാരും ഒരേപോലെ ചിലപ്പോൾ കുക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കുക്ക് ചെയ്ത് കൂടുതൽ കുളവാക്കി അവർക്ക് ഡബിൾ പണി ഉണ്ടാക്കി കൊടുക്കാതെ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. 14-ാമത്തെ വാക്യം നമ്മളിപ്പോൾ ആദ്യം വായിച്ചായിരുന്നു. യേശു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നുള്ളൊരു കാര്യം. ആ 3-ാം പ്രാവശ്യം പ്രത്യക്ഷനായതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടേ. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. പ്രാതലൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഒരു എമ്പക്കൊക്കെ വിട്ടപ്പോഴത്തേക്കും കർത്താവ് പിടിച്ചു. ആരെയാ? പത്രോസിനെ പിടിച്ചു. 15-ാമത്തെ വാക്യം, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, ചില കർത്താവ് അഡ്രസ്സും കെയർ ഓഫ് സൺ ഓഫ് സോഹാൻസോ എന്നൊക്കെ പറയും. ഇപ്പം ശിമോനെ എന്ന് വിളിച്ചാൽ ശിമോൻ ചിലപ്പോൾ എന്നെ ആയിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. അങ്ങോട്ടേക്ക് നോക്കുക. സൈമൺ ദ സെലറ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. എരിവുകാരനായ ശിമോൻ ഉണ്ടെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ശിമോനെ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞവൻ എന്നെ ആയിരിക്കത്തില്ല വിളിക്കുന്നത് എന്ന് ശിമോൻ ചിന്തിക്കും. അതുകൊണ്ട് കർത്താവ് സ്പെസിഫിക് ആയിട്ട് നിന്നെ തന്നെ ഞാൻ പിടിച്ചേക്കുന്നത്. ഇപ്പം ഈ ടീച്ചർമാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു പോകും. ടീച്ചർ അവരെയാ ഉദ്ദേശിച്ചത്, എന്നെ. അപ്പം പറയല്ലേ, നിങ്ങളെ തന്നെ ഈ ഇരിക്കുന്ന ചുവന്ന ഷർട്ട് തന്നെ എഴുന്നേക്ക് എന്ന് പറയുന്ന ഒരു കർത്താവ്, യോഹന്നാന്റെ മകനായ ശീമോനെ നിന്നെ തന്നെ ഞാൻ വിളിക്കുന്നത്, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. ഇവയിൽ അധികമായിട്ടെന്ന് ഇവരിൽ അധികമായിട്ടെന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു പദമാണ്. ആ ഒരു കർത്താവിൻ്റെ ആ ഒരു ചോദ്യം നമുക്കറിയാം. കർത്താവ് പത്രോസിനെയാണ് സ്വർഗരാജ്യത്തിന്റെ ചാവിയും താക്കോലൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചതായിട്ടൊക്കെ നമ്മൾ ഈ 16-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ നീ ഈ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ആ ഒരു വലിയ കമ്മീഷൻ, ഒരു ഗ്രേറ്റ് കമ്മീഷൻ പോലെ ഒരു നിയോഗം മാതിരി കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കർത്താവ് അതിന് ക്രൈറ്റീരിയൻ ആയിട്ട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്, എത്ര വാക്യങ്ങൾ നിനക്ക് കാണാനറിയാം, നിനക്ക് എത്ര നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം, നിനക്ക് എത്ര നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, നിനക്ക് എത്ര നന്നായിട്ട് എത്ര ഉച്ചത്തിൽ സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ നിനക്ക് എത്ര കഴിവുകളുണ്ട്, നീ എത്ര ഡിഗ്രി ഉണ്ട്, നിനക്ക് എത്ര താലന്തുകളുണ്ട് എന്നൊന്നും അല്ല. മറിച്ച് നീ ഇവയിൽ അധികമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു യോഗ്യത അതേ ഉള്ളൂ. എന്താ? എല്ലാത്തിലും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കണം. അതാണ് ശിഷ്യത്വത്തിൻ്റെ ആദ്യപടിയും അവസാനപടിയും. രണ്ടാമത്തെ പടിയും മൂന്നാമത്തെ പടിയും എല്ലാം അത് തന്നെ. എല്ലാ ബന്ധങ്ങളിലുപരിയായിട്ട്, ബന്ധുക്കളിലുപരിയായിട്ട്, എല്ലാ സ്നേഹബന്ധങ്ങൾക്കും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ലൂക്കോസ് 14:26 അപ്പനെയും അമ്മയും വെറുത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരെക്കാളും അധികമായിട്ട് കർത്താവിനെ സ്നേഹിക്കണം. പിന്നെ എല്ലാ പൊസഷൻസ്, എല്ലാ വസ്തുക്കളെക്കാളും അധികമായിട്ട് കർത്താവിനെ സ്നേഹിക്കണം.
ലൂക്കോസ് 14:33. നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലെന്ന് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും അത് പരിചയമുള്ള വചനഭാഗമാണെന്നാണ് എൻ്റെ വിശ്വാസം അതല്ലേ അതല്ല എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നവർക്കൊക്കെ ആ വാക്യങ്ങളൊക്കെ അറിയാം എന്നാണ് നമ്മൾ പലപ്പോഴും എടുത്ത് പറയുന്ന വാക്യങ്ങൾ. എന്തൊക്കെയാ? ലൂക്കോസ് 14:26 നമ്മുടെ എല്ലാ റിലേഷൻഷിപ്സിനെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോഴും മൈക്കിൾ ബ്രദറും കണ്ട് എവിടെയോ പറഞ്ഞപ്പോഴായിരുന്നു പറയുന്നത്, ഇങ്ങനെ നമ്മൾ വിചാരിക്കുമോ എല്ലാവർക്കും എല്ലാം അറിയാവുന്നു. പക്ഷേ കുറച്ച് നാൾ മുമ്പ് കണ്ട് വേറെ ചെന്നൈയിലെങ്ങാണ്ട് ഡിസൈബിൾഷിപ്പിന്റെ കണ്ടീഷൻസ് ചോദിക്കുമ്പോൾ പലരും ഇങ്ങനെ തപ്പി തടയുവാണ്. നമ്മൾ ശരിക്കും വർഷങ്ങളായിട്ട് ചർച്ചിൽ ഇരിക്കുന്നവരല്ലേ, എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് വിചാരിച്ച് നമ്മളങ്ങ് പോകും. പക്ഷേ ചിലപ്പം ഇങ്ങനെ ആൾക്കാർക്ക് അത് നമ്മൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം പാസ്റ്റ് റിമോട്ട് മെമ്മറിയിൽ ആയി പോകും. നമുക്കറിയാം ലൂക്കോസ് 14:26 പറയുന്നത് എന്താ? എല്ലാ റിലേഷൻഷിപ്സ്, എല്ലാ അപ്പനമ്മ, ഭാര്യ, മക്കള്, ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സ്നേഹിതന്മാരോ അതുപോലുള്ള റിലേഷൻഷിപ്സ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, എല്ലാ വ്യക്തിബന്ധങ്ങൾക്ക് ഉപരിയായിട്ട് കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് ശിഷ്യനാവാൻ കഴിയുകയുള്ളൂ എന്ന് അവിടെ ലൂക്കോസ് 14:26 പറയുന്നത്. പിന്നെ അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ എല്ലാ പൊസഷൻസും ഗിവ് അപ്പ് ചെയ്യില്ലെങ്കിൽ നമ്മുടെ വസ്തുവകകൾ, നമുക്കുള്ളതെല്ലാം, നമ്മളുടെ ലാൻഡ് ആകട്ടെ, നമ്മളുടെ വസ്തുവകകളാവട്ടെ, നമ്മുടെ കാറോ ലാപ്ടോപ്പോ വീടോ, നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം, നമ്മുടെ വസ്തുവകളെല്ലാം എല്ലാം കർത്താവിനുള്ളതാണ്. എല്ലാത്തിലും ഉപരിയായിട്ട് കർത്താവാണ് എനിക്കെല്ലാം. കർത്താവ് എന്തെങ്കിലും ഒരു കാര്യം വേറെ ആൾക്ക് കൊടുക്കാൻ പറയുമോ, അല്ലെങ്കിൽ അത് ഇങ്ങനെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെതായിട്ടുള്ളതാണ് എല്ലാം. അതിലെന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുന്നു, എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുന്നു, എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുന്നു, കർത്താവെ അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ എൻ്റെ കാറിലോ അല്ലെങ്കിൽ ഒന്നിനോ ഒരു സ്ക്രാച്ച് പോലും വരത്തില്ല എന്ന് വെച്ചാൽ ദൈവം അറിയാതെ. അപ്പം നമുക്ക് കാറിൽ സ്ക്രാച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വെപ്രാളം വരുന്നത് എന്തുകൊണ്ട്? ഇത് നമ്മുടെ ആയതുകൊണ്ട്, വസ്തു നമ്മുടെ ആയതുകൊണ്ട്. അപ്പം എല്ലാം കർത്താവിനായിരിക്കണം. അപ്പം അതാ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പത്രോസ് തന്നെ അടുത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ 153 വലിയ ഫിഷ് ഉണ്ട്, പിന്നെ അവൻ്റെ വള്ളവും വലയും ഒക്കെ ഉണ്ട്. വലയൊന്നും കർത്താവ് കീറി കളഞ്ഞതുപോലും ഇല്ല. കർത്താവ് വളരെ കെയർഫുള്ളായിട്ട് വളരെ മാന്യമായിട്ട് ആ വലയൊക്കെ കീറാതെ സൂക്ഷിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാരുണ്ട്. ഇവരെക്കാട്ടിലൊക്കെ അധികമായിട്ട്, എല്ലാത്തിനേക്കാട്ടിലും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ വസ്തുവകളെക്കാട്ടിലും വ്യക്തിബന്ധങ്ങളെക്കാട്ടിലും പിന്നെ നിന്റെ സ്വന്തം ഇഷ്ടത്തെക്കാട്ടിലും സ്വയജീവൻ, നിന്റെ ജീവനെ തന്നെയും പകയ്ക്കുന്നില്ലെങ്കിൽ എൻ്റെ ക്രൂശ് എടുക്കാതെ ശിഷ്യനാകുവാൻ പറ്റത്തില്ല എന്നാ അവിടെ ലൂക്കോസ് 14:27 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രൂശ് എടുക്കുന്നത്. അപ്പം വ്യക്തിബന്ധങ്ങള്, വസ്തുവകകള്, പിന്നെ സ്വയജീവനെ തന്നെയും പകയ്ക്കുന്ന, ബാക്കി എല്ലാത്തിനേക്കാട്ടിലും ഉപരി, അത് നമ്മളെക്കാട്ടിലും ഉപരിയായിട്ട് നമുക്ക് എല്ലാത്തിലും ഏറ്റവും ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ. അത് കഴിഞ്ഞാലും അത് കഴിയുന്നതേ ഇല്ലല്ലോ എന്നാണ് രണ്ട് കുഞ്ഞുണ്ണി മാഷ് അവരെ പറഞ്ഞത്. ചില അതുപോലെ അത് കഴിയാതെ വേണ്ട, നമുക്ക് നമ്മളെ തന്നെ അറിയാതെ നമുക്ക് നമ്മുടെ സ്വയജീവൻ അങ്ങനെ ഉള്ളത്, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടം. ഈവൻ നമ്മൾ വിചാരിക്കും ഈ ആത്മഹത്യാ ശ്രമം നടത്തുന്നവർക്ക് അവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നത്. വെച്ചാൽ അവർക്ക് അവരുടെ ആ ഒരു സ്വയജീവൻ അത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അവര് ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വേണമായിരുന്നു, അങ്ങനെ വേണമായിരുന്നു, അപ്പം അതെനിക്ക് കിട്ടുന്നില്ല, അപ്പം അതുകൊണ്ട് ഞാനങ്ങ് ആത്മഹത്യ ചെയ്തു. ശരിയാണ്, വലിയ സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ എങ്കിലും അതൊരു സ്വയജീവനിലൂടെ സ്നേഹമാണ്. അതായത് ആ സ്വയജീവനെ പകുകയല്ല, മറിച്ച് അവർ സ്വയജീവനുള്ള സ്നേഹം കൊണ്ട് അവർ ആത്മഹത്യ അതുപോലുള്ള പാപത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ, എല്ലാത്തിലും ഉപരിയായിട്ട് നീ അത് കർത്താവ് മൂന്ന് പ്രാവശ്യം വീണ്ടും വീണ്ടും നീ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് തന്നെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് തന്നെ. ഇത് എന്തൊരു ചോദ്യപേപ്പറാ? ഇത് ആരും ഈ ചോദ്യം സെറ്റ് ചെയ്തേ? ഇത് കർത്താവ് സെറ്റ് ചെയ്ത ചോദ്യപേപ്പർ. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് 3 പ്രാവശ്യം. അത് മാത്രമല്ല, പത്രോസ് 3 തവണയെ തള്ളി പറഞ്ഞു, അതുകൊണ്ട് 3 തവണ അവനെ ഏറ്റു പറയാനുള്ള ഒരു അവസരവും കൂടെ കൊടുക്കും. അതാ നീ ഇവയെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പം കർത്താവേ എനിക്ക് പ്രിയമുണ്ട് എന്നുള്ളൊരു കാര്യം. കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഇതാണെന്ന് വെച്ചാൽ കർത്താവ് നമ്മളെ കേട്ടിട്ടുണ്ട്, നമ്മൾ ജോജുപുരത്തൊക്കെ കേട്ടിട്ടുണ്ട്. അവർ കർത്താവ് സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അഗപ്പേ എന്നുള്ളൊരു വാക്കാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അഗപ്പേ, ദൈവത്തിന്റെ ഉദാത്തമായ സ്നേഹത്തെ കുറിക്കുന്നൊരു പദം. ഗ്രീക്കിൽ സ്നേഹത്തിന് ഇങ്ങനെ നമ്മുടെ ബൈബിളിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയേക്കുന്ന, ഒറിജിനലിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയേക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റിൽ ബൈബിളിൽ 4 പദങ്ങൾ സ്നേഹത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിൽ അഗപ്പേ എന്നുള്ളൊരു വാക്കും ഫിലിയോ എന്നുള്ളൊരു വാക്കും നമ്മളിവിടെ കാണുന്നത്. അഗപ്പേ എന്ന് പറഞ്ഞ വാക്ക് ദൈവത്തിന്റെ ഉദാത്തമായ സ്നേഹത്തെ കുറിക്കുന്ന വാക്കായിട്ടാണ് നമ്മൾ പൊതുവെ അല്ലാത്ത രീതിയിലും അഗപ്പേ എന്നുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ കൺകോർഡൻസ് എടുത്ത് നോക്കി അങ്ങനെ കാണാനൊക്കും. 2 പത്രോസിലൊക്കെ അഗപ്പേ എന്നുള്ള വാക്ക് ദൈവസ്നേഹത്തിന് അല്ലാതെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എങ്കിൽ പോലും ദൈവസ്നേഹത്തെ കുറിക്കുന്ന ഒരു വാക്കായിട്ട്
അഗപ്പെ എന്നുള്ള വാക്കാ നമ്മൾ ആ ഒരു സുപ്രീം ലവ്, എല്ലാത്തിലും ഉപരിയായിട്ടുള്ള ആ ഒരു ആത്യന്തികമായിട്ടുള്ള പരമമായ സ്നേഹം, അങ്ങനെ ഒരു ആ ഒരു സെൽഫ് സാക്രിഫിഷ്യൽ ലവ്, അതുപോലൊരു പരമമായ സ്നേഹം നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കുണ്ട് കർത്താവ്, ഞാൻ വലുതായിട്ട് നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഈ പത്രോസ് കുറച്ചാൾ മുമ്പ് ചോദിക്കുവാണെങ്കിൽ പത്രോസ് പറഞ്ഞാൽ എല്ലാവരെ കണ്ടുപരിയായിട്ട് ഞാൻ സ്നേഹിക്കുന്നു, നിനക്ക് എന്താ സംശയം എന്താ, ഞാനിപ്പം പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പം ഇതെല്ലാം തോറ്റു തുന്നം പാടി എന്താ 3 തവണ പരീക്ഷ എഴുതി 3 തവണയും പൊട്ടിപ്പോയി, പിന്നെയും അഡീഷണൽ ആയിട്ട് പിന്നെയും എഴുതുവാണ്. അപ്പൊ ഇനിയിപ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ, എനിക്ക് പ്രിയമൊക്കെ ഉണ്ട്, ഫിലിയോ, ഒരു സ്നേഹിതന്മാരോടുള്ള സ്നേഹത്തെ കുറിക്കുന്ന ഒരു പ്രിയമുണ്ടെന്നുള്ളത്, അത് അവൻ പിന്നെയും പറയുന്നത്. അപ്പം പിന്നെ കർത്താവ് മൂന്നാമത് ചോദിക്കുമ്പോൾ പ്രിയമുണ്ടോ എന്നെങ്കിലും ചോദിക്കുമ്പോൾ, അയ്യോ കർത്താവേ നിനക്കെല്ലാം അറിയാമല്ലോ എന്ന് പറയുന്നൊരു കർത്താവിനെ നമ്മളവിടെ കാണുന്നത്. അപ്പം പക്ഷെ ഓരോ തവണയും കർത്താവ് അവനൊരു കമ്മീഷൻ, അവനൊരു നിയോഗം, അവനൊരു ചുമതല ഏൽപ്പിക്കുന്ന ഒരു കാര്യം, നീ എല്ലാത്തിലും ഉപരിയായിട്ട് സ്നേഹിക്കുന്നു, കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാനൊക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു പറയുന്ന പോലെ തന്നെ പിന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു നമ്മൾ യോഹന്നാൻ 14:15 23 നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നവനാണ് കർത്താവിനെ ശുശ്രൂഷിക്കാനും പറ്റത്തുള്ളൂ. ബാക്കിയുള്ള സഹോദരങ്ങളെ, കുഞ്ഞാടുകളെ മേയ്ക്കുന്ന കാര്യവും പിന്നെ നമ്മൾ താഴോട്ട് ആടുകളെ പാലിക്കുന്ന കാര്യവും നമ്മൾ 16-17 വാക്യങ്ങളിൽ ആടുകളെ എന്ന് വായിക്കുന്നുണ്ട്, 15-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടുകളെ എന്ന് വായിക്കുന്നുണ്ട്. അതായത് ലാംസ് ഉണ്ട്, ഷീപ്പ് ഉണ്ട്. ഇപ്പൊ കുഞ്ഞാടുകളെ മേയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആത്മീയ ശൈശവത്തിലുള്ള ഇവരെ പാലിക്കുന്ന ഒരു കാര്യം. എന്നാൽ കുറച്ചുകൂടെ ആടുകളെ പാലിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പക്വതയുള്ള വിശ്വാസികൾക്ക് നമ്മൾ ദൈവവചനം വിളമ്പി കൊടുക്കുന്നു. വളരെ ശൈശവദശയിലുള്ളവർക്ക്, ഒന്നും അറിയാത്തവർക്ക് നമ്മൾ വചനം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ആഴത്തിലുള്ള വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കുഞ്ഞാടുകളെ മേയ്ക്കുക, പിന്നെ ആടുകളെ പാലിക്കുക. അതാ 16-ാമത്തെ വാക്യത്തിൽ ഷെപ്പേർഡ് മൈ ഷീപ്പ്, മറ്റത് 10 മൈ ലാംസ് എന്നാണ് പറയുന്നതെങ്കിൽ ഇത് ഷെപ്പേർഡ് മൈ ഷീപ്പ്. പിന്നെയും കർത്താവ് 10 മൈ ഷീപ്പ്, ആടുകളെ എന്നുള്ള വാക്യം അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അവരും ആടുകളെയും കുഞ്ഞാടുകളെയൊക്കെ പാലിക്കാനും മേയ്ക്കാനും ഒക്കെ ദൈവം നമ്മളെ, ഇപ്പൊ നമ്മളുടെ തന്നെ കുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് കുഞ്ഞാടുകളായിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ സഭയിലെ കൂട്ടു സഹോദരങ്ങൾ കുഞ്ഞാടുകളായിട്ടോ ആടുകളായിട്ടുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരെ ശുശ്രൂഷിക്കാനും, അവർക്ക് വേണ്ടുന്ന വചനം പറയാനും, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യാനും, അവർക്ക് വേണ്ടിയും ബാങ്കിൽ പോയി എന്തെങ്കിലുമൊക്കെ മണി ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കാനും, അല്ല ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ സഹോദരങ്ങളൊക്കെ ചെന്ന് ബാങ്കിൽ പോയി ഇങ്ങനെ നമുക്ക് കുറച്ച് ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തേണ്ടതുണ്ട് നമ്മുടെ ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒരു ചർച്ചിലൊരു ശുശ്രൂഷയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയൻ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അങ്ങനെയുള്ളവർക്ക് കർത്താവിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാനും ആടുകളെ പാലിക്കാനും ആടുകളെ മേയ്ക്കാനും ഒക്കെയുള്ള ശുശ്രൂഷ നൽകുന്ന കർത്താവ്, പുനരുദ്ധാനം ചെയ്ത കർത്താവ് ഇന്ന് നമ്മളുടെ മധ്യത്തിലുണ്ട്. ഗലീലിയ കടൽക്കരയിലേക്ക് തിബരിയാസ് കടൽക്കര എന്ന് നമ്മൾ വായിക്കുന്നത്. ഗലീലിയ കടൽക്കര തിബരിയാസ് എന്നുള്ള നമ്മൾ 21-1 വായിക്കുന്നത്. തിബരിയാസ് കടലും ഗലീലിയ കടലും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ ഗലീലിയ കടൽ അല്ലെങ്കിൽ ആ തിബരിയാസ് കടൽക്കരയിൽ അന്ന് AD 30 ഒരു സുപ്രഭാതത്തില് കർത്താവ് ഇതുപോലെ ശിഷ്യന്മാരോട് ചോദിച്ചു. അതേ കർത്താവ് തന്നെ നമുക്കും ഇന്ന് സ്നേഹചൂടോടൊപ്പമായിട്ട് കർത്താവിന്റെ സ്നേഹത്തിന്റെ തീക്കനലില് കർത്താവ് പൊള്ളിച്ചാടയും അപ്പവും മീനും ഒക്കെ നമുക്ക് തരുന്ന ഒരു കർത്താവ്, നമ്മളോട് പ്രാർത്ഥന കഴിക്കാൻ തരുന്ന, നമ്മളെ ശുശ്രൂഷിക്കുന്ന ഒരു കർത്താവ്, നമ്മളോടൊരു പാർട്ട്ണറിങ് റിലേഷൻഷിപ്പ്, നമ്മളുടെ ഓരോ കാര്യത്തിലുമൊക്കെ, നമ്മളുടെ ജോലിയിലാവട്ടെ, നമ്മുടെ ശുശ്രൂഷയിലാവട്ടെ, ഓരോ കാര്യത്തിൽ നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അത് ചെയ്യുമ്പോൾ കർത്താവ് തന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പം അങ്ങനെ കർത്താവ് അവർ കൊണ്ടുവന്ന് ഫിഷൊക്കെ എടുക്കുന്ന കാര്യവും അവർക്കതെല്ലാം എടുത്തു കൊടുക്കുന്ന ശുശ്രൂഷിക്കുന്ന കാര്യവും തന്നെ വെളിപ്പെടുത്തിയ കാര്യം, ഇങ്ങനെയായിരുന്നു കർത്താവ് തന്നെ 3-ാം പ്രാവശ്യം വെളിപ്പെടുത്തിയ കാര്യം, പ്രത്യക്ഷനായി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ ചോദ്യം നമ്മളോടും ഇന്നും കർത്താവ്, ഇന്ന് നമുക്ക് ചെവി ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താ? എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ എല്ലാത്തിലും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ തോളെ തട്ടി കർത്താവ് ചോദിക്കുന്നുണ്ട്. ബാക്കി ബന്ധുക്കൾ എന്ത് പറയും? ഞാൻ സ്നാനപ്പെട്ട അവരെന്ത് പറയും? ഇവരെന്ത് പറയും? അമ്പലമുള്ള വീടല്ലേ, അതല്ലേ, ഇതല്ലേ. പക്ഷെ അവരാര് എന്ത് പറഞ്ഞാലും വേണ്ടില്ല, കർത്താവേ എനിക്ക് അങ്ങെന്ത് പറയുന്നത് കേട്ടാൽ മതി, നീ എല്ലാത്തിലും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതാ കർത്താവ്. എന്നുവെച്ചാൽ നമുക്ക് പല കാര്യത്തിലൊന്നും നമുക്ക് ധൈര്യമില്ലായിരിക്കും, പല കാര്യത്തിലും നമുക്ക് ഉത്തരവില്ലായിരിക്കും. പക്ഷെ എങ്കിലും കർത്താവേ എനിക്ക് അങ്ങ് പറയുന്ന അനുസരിച്ചാൽ മതി,
അങ്ങ് മാത്രം മതി, എല്ലാത്തിലുപരിയായിട്ട് എനിക്ക് അങ്ങ് മാത്രം മതി. അപ്പം കർത്താവ് നമുക്ക് എല്ലാത്തിലുള്ളൊരു ബോധ്യവും വിടുതലും എല്ലാം കർത്താവ് തരും. കർത്താവിൻ്റെ സമയത്തെല്ലാം ഇത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യും. ദൈവം നമ്മളെ അത് അധികമായിട്ട് സഹായിക്കും. താണിറങ്ങി നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത കർത്താവിനെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. കർത്താവ് ആ, ആ, 638 പാട്ട്, അൻപിതു യേശു നായിക തന്നിതു ഏഴയ്ക്കായി നിൻ ജീവനെ. നമുക്കായിട്ട് സ്വന്തം ജീവനെയും തന്നെ ആ ഒരു കർത്താവിൻ്റെ ആ സ്നേഹത്തിന്റെ തീയിൽ നമുക്കും ഇരിക്കുവാനായിട്ട് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ വീണ്ടുകൊള്ളുവാനായിട്ട് കർത്താവ് താണിറങ്ങി വന്നു. കർത്താവ് ഒരു മനുഷ്യനായി, ദാസനായി, ക്രൂസിലെ ഒരു കുറ്റവാളിയായിട്ട് കർത്താവ് തന്നെ താഴ്ത്തി. ഹ്യൂമിലിറ്റി, 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 താഴ്മ, താഴ്മ, താഴ്മ. ആ 3 പടി കർത്താവ് കാണിച്ചു തന്നു. എത്ര അതിക്രമം ചെയ്ത ദോഷിയായിരുന്നു, എനിക്ക് രക്ഷ ലഭിക്കുന്നതിന് നനച്ചില്ല, എന്നാൽ കനിവ് തോന്നുവാൻ എന്നെ തിരഞ്ഞുകൊള്ളുവാൻ കർത്താവ് ആടിനെ തിരഞ്ഞു വന്ന്, കാണാതായ ആടിനെ ഇടയൻ തിരഞ്ഞു വന്ന് തേടി 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 മുൾപടർപ്പിനിടയിൽ കുടുങ്ങിക്കിടന്ന ആടിനെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് തിരിച്ചു വരുന്ന സന്തോഷത്തോടാണ്. ആ സന്തോഷമാണ് നമ്മളിപ്പോൾ യോഹന്നാൻ 21 തൻ്റെ ശിഷ്യന്മാര്, അവർ 7 പേര്, അവര് കുഞ്ഞാടിനെ പോലെ അവര് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി, അവര് പിന്മാറിപ്പോയപ്പം അവരെ തേടി തേടി ചെന്ന് അവരെ സ്നേഹത്താൽ നയം കാട്ടി കർത്താവ് വിളിച്ച് അവരെ റെസ്റ്റോർ ചെയ്യുന്ന, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിൻ്റെ ഒരു സ്നേഹം, അവരെ തൊഴിലേറ്റി കൊണ്ടുവരുന്ന ഒരു വലിയൊരു ഉത്സാഹം പോലാണ് കർത്താവ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിളമ്പി കൊടുത്ത്, പ്രാതലൊക്കെ വിളമ്പി കൊടുത്ത്, പ്രഭാത ഭക്ഷണം വിളമ്പി കൊടുത്ത് അവരെ സൽക്കരിക്കുന്ന ആ ഒരു കർത്താവിൻ്റെ സ്നേഹം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തെറ്റിപ്പോയ അവസരങ്ങളിൽ കർത്താവ് നമ്മളെ തോളിലേറ്റി കൊണ്ടുവന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി തന്ന കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. നമ്മൾ എത്രയോ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ സ്നേഹം, അവിടുന്ന് നമ്മളെ ആ സ്നേഹം കൊണ്ട് കർത്താവ് വീണ്ടും നമ്മളുടെ പുറകെ വന്നില്ലായിരുന്നെങ്കിൽ ആ സ്വർഗത്തിലെ വേട്ടപ്പട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ ദ ഹൗണ്ട് ഓഫ് ഹെവൻ, ആ ഒരു സ്നേഹത്തിൻ്റെ ആ പിൻവിളിയായിട്ട് കർത്താവ് നമ്മുടെ പിന്നാലെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എവിടെ പോയിരുന്നേനെ. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമ്മെ തന്നെ ആ സ്നേഹത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. അൻപിതു യേശുനായക തന്നിതു ഏഴയ്ക്കായി നിൻ ജീവനേ. അൻപിതു യേശുനായക തന്നിതു ഏഴയ്ക്കായി നിൻ ജീവനേ. പാപിയാമിൻ പാപമില്ല, പാപിയാമിൻ പാപമില്ല, പോക്കിയൻപിൻ വീണ്ടുകൊള്ളുവാൻ കാണിറങ്ങിയോ. അൻപിതു യേശുനായക തന്നിതു ഏഴയ്ക്കായി നിൻ ജീവനേ. നമുക്ക് നമ്മെ തന്നെ കർത്താവിന് മുമ്പാകെ സമർപ്പിക്കാം. കർത്താവ് കാണിച്ച ആ ഒരു സ്നേഹം, നമ്മെ തെരഞ്ഞു വന്ന ആ സ്നേഹം, നമ്മെ തെരഞ്ഞു വന്ന ആ സ്നേഹത്തിന് മുമ്പാകെ നമ്മെ തന്നെയും താഴ്ത്തി ഏൽപ്പിക്കാം. കാണാതായ ആടിനെ തെരഞ്ഞു വന്നതുപോലെ കർത്താവ് ശിഷ്യന്മാരെ തേടി ചെല്ലുന്ന കർത്താവ് ആ ശിഷ്യന്മാരുടെ ആ പടകും കാത്ത് കർത്താവ് രാപന്തിയോളം അവരവിടെ അധ്വാനിക്കുമ്പോൾ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് കർത്താവ് അവിടെ കടൽക്കരയിൽ അവർക്ക് വേണ്ടി അപ്പവും മീനും ഒക്കെ തയ്യാറാക്കി അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്നേഹം. കർത്താവ് ആ പടകെല്ലാം ഹൊറൈസണിൽ നിന്ന് ആ ആ കടലിൽ അതൊരു നേരിയ നിഴലായിട്ട് കാണുന്നത് മുതലേയും ഇല്ല, അതിങ്ങനെ പടകൊക്കെ അടുത്ത് വരുന്നിടം വരെയും അതെല്ലാം നോക്കി നിന്ന് അടുത്ത് വരുന്ന കർത്താവിൻ്റെ ശബ്ദം അവർക്ക് കേൾക്കത്തക്ക വണ്ണം ദൂരം എത്തിയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ എന്ന് ഉറക്കെ വിളിക്കുന്ന ആ ഒരു കർത്താവിൻ്റെ സ്നേഹം, അവരെ തേടി അണഞ്ഞ് അവരെ മറുപടി ചേർക്കാനായിട്ട് വെമ്പിയ ആ സ്വർഗത്തിൻ്റെ സ്നേഹം, നമ്മളെ തേടി വന്ന ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മളും കർത്താവിനെ അറിഞ്ഞും അറിയാതെയൊക്കെ തള്ളിപ്പറഞ്ഞ് കർത്താവിനെ മറന്ന് നമ്മുടെ സ്വന്തം വഴികളിലേക്ക് നീങ്ങിയപ്പോൾ, പാപവഴികളിലേക്ക് നീങ്ങിയപ്പോൾ നമ്മളെ തേടി വന്ന ആ കർത്താവിൻ്റെ സ്നേഹം, കുഞ്ഞേ മോനെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ വന്ന ആ സ്നേഹത്തിന് മുമ്പാകെ, ആ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് കർത്താവ് നമുക്കായിട്ട്
നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ ശുശ്രൂഷിക്കുന്ന ഒരു കർത്താവ്, നമുക്ക് ഏറ്റവും വേണ്ടുന്ന ഏത് ചോദ്യമാണെന്ന് അറിഞ്ഞ് കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന കർത്താവ്, ഒരേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും സെറ്റ് ചെയ്യുന്ന ഒരു കർത്താവ്, നമ്മളുടെ ഹൃദയത്തിന് ആഴത്തിലേക്ക് ആ ചോദ്യം എന്നേക്ക് മുഴങ്ങി കേൾക്കേണ്ടതിനായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ പല പല അവസരങ്ങളിലെല്ലാം പത്രോസ് വീണ്ടും വീണ്ടും ആ ചോദ്യം മുഴങ്ങി കേട്ടു. നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസ്, ശിമോനെ എന്ന് ചോദിക്കുന്ന യോനയുടെ മകനായ ശിമോനെ, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം അവൻ്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പല അവസരങ്ങളിലും മുഴങ്ങി കേട്ടു. ഒരുപക്ഷെ അവന് അവസാനം തലകീഴായിട്ട് മരിക്കാൻ സമയത്തും എല്ലാം കർത്താവിൻ്റെ ആ ചോദ്യം അവൻ്റെ ഹൃദയത്തിൽ വളരെ വ്യക്തമായിട്ട് അവൻ കേട്ട് കാണും. അതേ കർത്താവ്, എല്ലാത്തിലുപരിയായിട്ട് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ തലകീഴായിട്ട് ക്രൂശിക്കപ്പെടാൻ പോലും കർത്താവേ എനിക്ക് മടിയില്ല, ഞാൻ അങ്ങേപോലെ ക്രൂശിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് ഞാൻ തലകീഴായിട്ട് ക്രൂശിക്കപ്പെട്ടോളാം എന്ന് പറഞ്ഞ് എല്ലാത്തിലുപരിയായിട്ട് അങ്ങേ സ്നേഹിക്കുന്നു. ഈ ലോകമോ അതിൻ്റെ പണമോ മാനമോ ജഡിക സുഖങ്ങളോ ഒന്നുമല്ല, എല്ലാത്തിലുപരിയായിട്ട് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവെ അവിടുത്തെ ആ സ്നേഹം ഒഴുകി എത്തട്ടെ, ആ അഗ്നി പടരട്ടെ. എല്ലാത്തിനേക്കാട്ടിലുപരി, എൻ്റെ എല്ലാ വ്യക്തിബന്ധങ്ങളെക്കാട്ടിലുപരി കർത്താവെ, എൻ്റെ വസ്തുക്കളെക്കാട്ടിലെല്ലാം ഉപരി എൻ്റെ സ്വയജീവൻ, എൻ്റെ തന്നെ പല എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകളും, ഞാൻ തന്നെ എൻ്റെതായിട്ടുള്ള ആ ഒരു മനുഷ്യമാനം തേടലും, എൻ്റെതായിട്ടുള്ള ആ നിഗളവും എല്ലാം, എൻ്റെതായിട്ടുള്ള എല്ലാത്തിലും ഉപരി എൻ്റെ ആ സ്വയത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കെല്ലാം ഉപരിയായിട്ട് യേശുവിനെ മാത്രം അന്വേഷിക്കുന്ന, യേശുവിനെ മാത്രം തേടുന്ന ഒരു സ്നേഹം കർത്താവ്, എല്ലാത്തിലും ഉപരിയായിട്ട് അങ്ങേ സ്നേഹിപ്പാൻ കർത്താവെ എനിക്ക് പ്രിയമുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ പോലും കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു, അവിടത്തേക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അകപേ സ്നേഹത്തിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറയട്ടെ, കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മളെ നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറയെ പിതാവേ, അവിടുന്ന് തേടി വന്ന ആ സ്നേഹത്തെ ഒരിക്കലും മറന്നു കളയുവാൻ ഇടവരുത് എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഹൃദയ കണ്ണാടിയിലെ ഹൃദയമുകുരത്തിലെ കർത്താവേ, അവിടെ ഞങ്ങളെ തേടി വന്നത് കർത്താവേ ആരും സഹായമായില്ലാതെ പാരം വലിഞ്ഞിടും വേളയിൽ അരുമയോടിൻ്റെ അരികിൽ വന്ന അരുമനാഥൻ അവിടെ നിന്നാണ് കർത്താവെ. ഒരു കണ്ണിന് ദയ തോന്നാതെ കർത്താവ് വഴിയരികിൽ കിടന്ന അവസ്ഥയിൽ കർത്താവെ ഓരം കെട്ടപ്പെട്ട് ഒതുക്കപ്പെട്ട് കർത്താവെ ചോരയിൽ കുളിച്ച് മൃതപ്രായനായിട്ട് കിടന്ന അവസ്ഥയിൽ കർത്താവെ ജീവിക്കാനും സമൃദ്ധമായി ജീവിക്കുക എന്ന് കൽപ്പിച്ച് അരുമനാഥനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ നന്ദി പറയുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ തേടി വന്ന ആ സ്നേഹം കർത്താവെ, അന്ന് ഞങ്ങൾ അങ്ങേ തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ ആദ്യ സ്നേഹം, അത് കർത്താവെ അത് വർദ്ധിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യ സ്നേഹം അവിടുത്തോടുള്ള ആ ഒരു പുഷ്പളമായിട്ടുള്ള എല്ലാത്തിലും ഉപരി അങ്ങേ മാത്രം മതി എന്ന് പറയുന്ന ആദ്യ സ്നേഹം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ അങ്ങേയല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല, വേറെ മനുഷ്യമാനോ മനുഷ്യരുടെ മുമ്പാകെയുള്ള ശുശ്രൂഷയോ കർത്താവെ വേറെ ഒന്നും കർത്താവെ ഒരു പദവിയോ പത്രാസോ ഒന്നും ആഗ്രഹിക്കാതെ കർത്താവെ അങ്ങേ മാത്രം ആഗ്രഹിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമേ, ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. എല്ലാം അഗ്നിക്കിരയാവട്ടെ, അങ്ങ് മാത്രം മതി കർത്താവെ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ. നന്ദി കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഫ്രഷ് ആയിട്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ് ഫോർ യുവർ വേർഡ്. അവിടുത്തെ ആ സ്നേഹത്തിന്റെ ശബ്ദത്തെ, ഇന്നലെ ഇന്നും അനന്യനായിട്ടുള്ള ആ സ്നേഹത്തിന്റെ ശബ്ദത്തെ, അവിടുന്ന് ജീവനും ആത്മാവാകുന്ന ശബ്ദത്തെ അവിടുന്ന് കേൾപ്പിച്ചതിനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. അവിടുത്തെ ആ കർത്താവെ സ്നേഹത്തിന്റെ ചോദ്യത്തെ കേൾപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും കർത്താവെ അതിന് ഞങ്ങൾക്ക് കേൾക്കണം കർത്താവ്, വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് കേൾക്കണം. എല്ലാത്തിലുപരിയായിട്ട് പല പല പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ വീലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എൻ്റെ മോനെ, എൻ്റെ മോളെ എന്നുള്ള അവിടുത്തെ അരുമ ശബ്ദത്തോടെയുള്ള അവിടുത്തെ ആ ചോദ്യം കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കണം. അത് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ആ സ്നേഹത്തിന് മുമ്പാകെ കീഴടങ്ങുന്നു കർത്താവെ. എല്ലാത്തിനേക്കാൾ ഉപരി അങ്ങേ സ്നേഹിപ്പാൻ, അങ്ങനെ അവിടുത്തെ കുഞ്ഞാടുകളെയും ആടുകളെയൊക്കെ ശുശ്രൂഷിപ്പാനും പാലിപ്പാനും മേയ്ക്കാനും ഒക്കെ കർത്താവെ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ, പരസ്പരം കാല് കഴുകുവാൻ കർത്താവെ വലിയ യജമാനൻ എന്നുള്ള നിലയിലുള്ള ഒരു ഭാവത്തോടെ എല്ലാം മറിച്ച് ദാസനായിട്ട് കർത്താവെ എല്ലാവരിലും കർത്താവെ എല്ലാവർക്കും ദാസനായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവെ അങ്ങേപ്പോലെ ഞങ്ങളെ ശീലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. വീണ്ടും വീണ്ടും കർത്താവ് ശിഷ്യന്മാർക്ക് അപ്പം വിളമ്പി കൊടുത്തപ്പം അവർക്ക് രണ്ടാമത് എടുക്കാൻ ഒരു മടി കണ്ടായിരുന്നപ്പോൾ അവരുടെ വിശപ്പറിഞ്ഞ് കർത്താവ് അവർക്ക് വീണ്ടും വീണ്ടും അപ്പം എടുത്ത് വിളമ്പി കൊടുത്തതുപോലെ കർത്താവ് വീണ്ടും മീനും എടുത്ത് വിളമ്പി കൊടുത്തതുപോലെ കർത്താവെ അവരുടെ ഹൃദയം അറിഞ്ഞ്, അവരുടെ ആവശ്യം അറിഞ്ഞ് അവരെ സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്ത് അവിടുത്തെ ആ
അവിടുത്തെ ആ ചിത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും മറന്നു പോകരുതേ കർത്താവേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ, ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ അടുത്തിലേക്ക് വരുന്ന അങ്ങ് അയക്കുന്ന അനേകർ കർത്താവെ, അവിശ്വാസികളായിട്ടുള്ളവർ അനേകരുണ്ട് കർത്താവെ, അങ്ങേ അറിയാത്തവരുണ്ട്. അവർക്കെല്ലാം അവിടുത്തെ കർത്താവെ ആ സ്നേഹത്തിന്റെ സുവിശേഷം, അവിടുത്തെ സ്നേഹത്തിന്റെ വാക്കുകൾ, ആർദ്രത വാക്കുകൾ കർത്താവെ, ഉപദേശത്തിന്റെ ആലോചനയുടെ വാക്കുകളൊക്കെ, കർത്താവെ സുവിശേഷത്തിന്റെ വാക്കുകളൊക്കെ കർത്താവെ അവരെ ശുശ്രൂഷിപ്പാനും അവർക്ക് അങ്ങേ കാട്ടിക്കൊടുപ്പാനും ഒക്കെ നിങ്ങളുടെ ജീവിതം കൊണ്ട് കാട്ടിക്കൊടുപ്പാൻ കർത്താവെ അവിടുന്ന് പറയുമ്പോഴൊക്കെ അവിടുത്തെ വാക്കുകൾ കൊണ്ടും കാട്ടിക്കൊടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായിട്ട് കർത്താവ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിട്ട്, മറ്റുള്ളവർക്ക് കർത്താവ് ഉപകാരം ചെയ്യുന്നവരായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തോടെ കർത്താവെ അതെല്ലാം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് മുമ്പേ ഒരുക്കിയിരിക്കുന്ന സൽപ്രവർത്തികളെ ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെ തരുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ അധികം സ്നേഹത്താൽ ഇന്ന് നിറച്ചിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു.